അല്ലെങ്കിൽ എന്തായാലും ആരംഭിക്കാം. നമ്മളിപ്പോൾ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് രാജ്യം മാത്രമല്ല ലോകവും കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സംഭവം കാര്യങ്ങളുണ്ട്. ഈ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായ ചില സംഗതികൾ, ഈ കാലഘട്ടത്തിലുണ്ടായ ചില വിയോഗങ്ങൾ, ഇപ്പം ഏറ്റവും അടുത്ത് നടന്ന 2 വിയോഗങ്ങൾ വ്യക്തിപരമായിട്ടും പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിലും എന്നെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന 2 വിയോഗങ്ങളാണ്. ഒന്ന്, ആലപ്പുഴയിൽ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി എഴുത്താണ് അദ്ദേഹം കേന്ദ്രീകരിച്ച സാറ്, അദ്ദേഹത്തിൻ്റെ വിയോഗം. കഴിഞ്ഞ ദിവസം പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ എല്ലാ കാലഘട്ടത്തിലും ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വനിതാ സാഹിത്യം സംഘടിപ്പിക്കുന്നതിലും അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന ചുമതല നിർവഹിച്ചിരുന്ന വി രുക്മൺ ടീച്ചറുടെ വിയോഗം. ഇങ്ങനെ ഒരുപാട് വിയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്തായിട്ട്. സാംസ്കാരിക പ്രവർത്തകരും അല്ലാത്തവരൊക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ അതിലുള്ളൊരു കൂടുതൽ വിയോഗങ്ങളിലുള്ള കൂടുതൽ സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവസാനം അവരുടെ ആ അന്ത്യയാത്രയിലൊന്നും നമുക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് ഉചിതമായ രൂപത്തിൽ ഒരു അനുസ്മരണം, അഭിവാദ്യം അർപ്പിക്കാൻ നമുക്ക് കഴിയും. എങ്കിൽ പോലും ഇനിയും കാലങ്ങൾ കിടക്കുകയാണ്. അവരെയൊക്കെ ഓർമ്മിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടും അത് പ്രചരിപ്പിച്ചുകൊണ്ടുള്ള സാംസ്കാരിക പരിപാടികളും അനുശോചന യോഗങ്ങളൊക്കെ നമുക്ക് പിന്നീട് നടത്താം. എന്തായാലും ഔദ്യോഗികമായിട്ട് നമ്മൾ മെസ്സേജിലൂടെ അറിയിച്ചതാണ്. പുരോഗമന കലാ സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ ഈ നേതാക്കന്മാർക്ക്, വിട്ടുപോയവർക്കൊക്കെ അവരുടെയൊക്കെ ആദരാഞ്ജലികൾ അർപ്പിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ മനുഷ്യബന്ധങ്ങൾ ഉണ്ടാകുന്ന ഒരു ഊഷ്മളമായ കൂട്ടായ്മകളാണ് സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത്. ഇപ്പോൾ വളരെയേറെ തിരക്കുള്ള നമ്മുടെ കലാകാരന്മാർ, എഴുത്തുകാർ, അവരൊക്കെ തന്നെ വീട്ടിലിരിക്കുകയാണ്. പലപ്പോഴും നമുക്ക് അവരെ നമ്മുടെ പരിപാടികൾക്കൊക്കെ ക്ഷണിക്കുമ്പോൾ അവർ ആൾക്കാരാണ്. അപ്പോൾ സാംസ്കാരിക പ്രവർത്തനങ്ങൾ സ്തംഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. പലപ്പോഴും ഒരു പ്രശ്നമുണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള സാമൂഹികമായ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഏറ്റവും വലിയ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി. അതിലോ നമ്മുടെ രാജ്യത്തിനുണ്ടാവും, നമ്മുടെ സംസ്ഥാനത്തിന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴുണ്ടാകുന്ന ലോകം മുഴുവൻ അഭിമുഖീകരിക്കുന്ന ഈ ഒരു കൊറോണ വൈറസിൻ്റെ പ്രതിസന്ധി മാത്രമല്ല, കൊറോണ വൈറസിൻ്റെ കാര്യത്തിൽ അതിൽ നമ്മൾക്ക് വലിയ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്, ജനങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞതിൻ്റെ കാരണം, അല്ലെങ്കിൽ ലോകത്തിന് തന്നെ മാതൃക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മേഖലയിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലാണ്. പൊതു ആരോഗ്യ പ്രവർത്തനത്തിൻ്റെ ഇടപെടലിന് നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഞാൻ വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ല, നമ്മൾ ഓർമ്മയിലുണ്ടാവേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ പൊതുജനാരോഗ്യത്തെ, അതായത് സർക്കാർ ആശുപത്രികൾ, അതുപോലെ തന്നെ പകർച്ചവ്യാധി തടയുന്നതിനും ജനങ്ങളുടെ ആരോഗ്യ പ്രവർത്തനങ്ങളൊക്കെ പരിശോധിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള പൊതുജനാരോഗ്യ വകുപ്പ്, അതിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ കുറേ കാലങ്ങളായിട്ട് നമുക്കുള്ളതാണ്. നമ്മുടെ നവോത്ഥാന കാലഘട്ടം മുതലുള്ളതാണ്. കേരളത്തിൻ്റെ ശബ്ദത്തിന് കുറവുണ്ടോ? നവോത്ഥാന കാലം മുതലേ തന്നെയുള്ള നമുക്കുള്ളൊരു നേട്ടമാണ്. പക്ഷേ കുറേ കാലങ്ങളായിട്ട് നമ്മുടെയും ചില കാലഘട്ടങ്ങളിലൊക്കെ വന്ന സർക്കാരിൻ്റെയൊക്കെ നിരുത്തരവാദിത്തപരമായിട്ടുള്ള അലംഭാവം കൊണ്ട് തന്നെ ഈ പൊതു ജനാരോഗ്യ പ്രവർത്തനങ്ങളെ അവഗണിക്കുന്ന ഒരു സമീപനം. അതൊക്കെ എന്തിനാണ് ആവശ്യം? നമുക്ക് സർക്കാർ ആശുപത്രികളൊക്കെ എന്തിനാണ് ആവശ്യം? നമുക്ക് നക്ഷത്ര
സൗകര്യങ്ങളുള്ള വലിയ സ്വകാര്യ ആശുപത്രികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രമാണിമാരൊക്കെ അവിടെയാണ് പോകുന്നത്, സാമ്പത്തിക ശേഷിയുള്ളവരൊക്കെ അവിടെയാണ് പോകുന്നത്. ഈ പാവപ്പെട്ടവരൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ പോകുന്നത് ഇതെന്തിനാണ്, ഇതിൻ്റെ ആവശ്യം എന്താണ് എന്നുള്ള മറ്റുള്ളൊരു ആലോചന. അതിൻ്റെ ഫലമായിട്ട് നിരന്തരം അത്തരം ആശുപത്രികളൊക്കെ തന്നെ ഈ അടുത്ത കാലത്താണ് പ്രധാനമായിട്ടും ഈ സർക്കാരിൻ്റെ കാലത്തും അതിന് മുമ്പ് തന്നെ VS സർക്കാരിൻ്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിയും. ഇടയ്ക്ക് വീണ്ടും വീഴ്ച പറ്റി, പിന്നെ പിന്നാക്കം പോയി. അപ്പം അത്തരമൊരു സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് നമുക്ക് അഭിമാനപൂർവ്വം തല ഉയർത്തിയെന്നുകൊണ്ട് ലോകത്തിലെ പല രാഷ്ട്രങ്ങളും പരാജയപ്പെട്ട് പിൻവാങ്ങി നിൽക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സഹോദരന്മാരെ മുഴുവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ വലിയ തരത്തിലുള്ള, ഞാൻ തന്നെ ഫേസ്ബുക്കിൽ പലപ്പോഴും ചില ആളുകൾക്ക് കൊടുത്ത മറുപടിയിൽ ഞാൻ എഴുതുകയുണ്ടായി. അതായത് എന്തിനാണ് ഈ സാലറി ചലഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് രാഷ്ട്രീയമായിട്ടുള്ള ചില അഭിപ്രായങ്ങളൊക്കെ വരികയുണ്ടായി പല ഭാഗങ്ങളിൽ. ചില സാംസ്കാരിക പ്രവർത്തകരും എന്ന് പറയുന്ന ആൾക്കാരടക്കം അത്തരം അഭിപ്രായങ്ങളൊക്കെ പറയുകയുണ്ടായി. ഇത് നേരിടാൻ സർക്കാരിന് എന്തിനാണ് കാശ്? പ്രതിപക്ഷ നേതാവ് പോലും പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ അതൊക്കെ രാഷ്ട്രീയം. അപ്പോൾ ഞാൻ എഴുതുകയുണ്ടായി, അമേരിക്കയിലെ പോലെയല്ല, ബ്രിട്ടനിലെ പോലെയല്ല, സ്പെയിനിലെ പോലെയല്ല, ഇറ്റലിയിലെ പോലെയല്ല. നമ്മുടെ രാജ്യത്ത് കൊറോണ വൈറസ് ബാധിച്ച മുഴുവൻ ജനങ്ങളെയും നമ്മുടെ സർക്കാരാണ് ചികിത്സിക്കുന്നത്. ഈ നിരീക്ഷണത്തിലുള്ള ആൾക്കാരും ചികിത്സിക്കുന്ന ആൾക്കാരും രോഗം ബാധിച്ച ആൾക്കാരും ഒക്കെ അടക്കമുള്ള മുഴുവൻ ആൾക്കാരെയും സംരക്ഷിക്കുന്നതും എല്ലാ പ്രവർത്തനങ്ങളും സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പോൾ പ്രൈവറ്റ് ആശുപത്രികളൊക്കെ നിശ്ചലമായി പോയി, പലയിടത്തും ആൾക്കാരില്ല. അപ്പോൾ അതിന് വലിയ തുക വേണ്ടി വരും. ഞാൻ പറഞ്ഞു വരുന്ന അതാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രളയകാലത്തുണ്ടായിരുന്ന പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് അതിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ മാറിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ചാൽ, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവും. ആ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമായിട്ട് ആദ്യം നിർത്തിവെക്കപ്പെടാൻ പോകുന്ന ഒരു കാര്യം, ആദ്യം നിർത്തിവെക്കാൻ പോകുന്ന കാര്യം അല്ലെങ്കിൽ മാറ്റി നിർത്താൻ പോകുന്ന കാര്യം സാംസ്കാരിക പ്രവർത്തനമാണ്. കാരണം എന്തിനാണ് ഇപ്പോൾ സാംസ്കാരിക പ്രവർത്തനം? ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം UDF പ്രതിപക്ഷ നേതാവ് വെട്ടിക്കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഓർമ്മ വന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ സാംസ്കാരിക പ്രവർത്തനം, സാംസ്കാരിക സമുച്ചയങ്ങൾ വേണ്ട. സാംസ്കാരിക സമുച്ചയം വേണോ വേണ്ടെന്നുള്ളതല്ല. പക്ഷേ സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ആർഭാടം എന്നുള്ള നിലയ്ക്ക് പലപ്പോഴും സാംസ്കാരിക പ്രവർത്തനം ആർഭാടമാവുന്നുണ്ട്, അത് സംശയമില്ല. അതിൻ്റെ ശരിയായ രീതിയിലുള്ള നടത്തിപ്പോ അല്ലെങ്കിൽ അത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ട് വെറുതെ കുറേ പണം ചെലവഴിക്കുന്ന പരിപാടികളൊക്കെ ആയിട്ട് സാംസ്കാരിക പ്രവർത്തനം മാറുന്നുണ്ട്, പ്രത്യേകിച്ച് സർക്കാരുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള സംഗതികൾ. പക്ഷേ സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ആർഭാടമല്ല, അത് മനുഷ്യജീവിതത്തിൻ്റെ അവിഭാജ്യ ഭാഗമാണ്. അത് ഭക്ഷണം പോലെ തന്നെ, മരുന്ന് പോലെ തന്നെ അതിൻ്റെ അടുത്ത് വരുന്നൊരു സംഗതി തന്നെയാണത്. ആ ഒരു ശരിയായ അർത്ഥത്തിൽ അതിനെ കാണുകയാണ്. അപ്പോൾ ഇനി ഭാവിയിൽ നമ്മുടെ സാംസ്കാരിക പ്രവർത്തനം ഒക്കെ എങ്ങനെയായിരിക്കും? ഇപ്പോൾ തന്നെ നമ്മുടെ കലാകാരന്മാർ, ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല, ഞാനൊരു കഥ വായിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മുടെ കലാകാരന്മാർ വലിയ വിഷമത്തിലാണ്. ഞാൻ രണ്ട് മൂന്ന് പത്രക്കുറിപ്പുകൾ ഇറക്കിയിരുന്നു, ഫേസ്ബുക്കിലൊക്കെ പല കാര്യങ്ങളും അറിയിച്ചിരുന്നു. ഇപ്പോൾ തന്നെ കലാകാരന്മാർ വലിയ കഷ്ടത്തിലാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 പ്രളയത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്ന ആഘോഷ പരിപാടികളും ഉത്സവ പരിപാടികളും കലാവതരണങ്ങളൊക്കെ കണ്ടമാനം 2 സീസണുകളിൽ വെട്ടിക്കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഇക്കൊല്ലം അതൊക്കെ ഒന്ന് പരിഹരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കലാകാരന്മാർ അവരുടെ കലാപ്രകടനങ്ങളൊക്കെ തന്നെ ഒരുക്കി, അതാണ് എല്ലാം തയ്യാറാക്കി. സ്റ്റേജ് ആർട്ടിസ്റ്റുകൾ, നാടക സംഘങ്ങൾ, ഗാനമേള, അതുപോലുള്ള സംഘങ്ങളൊക്കെ തന്നെ. അപ്പോൾ അവർ അതൊന്നും നടത്താൻ കഴിയാതെ വലിയ പ്രതിസന്ധിയിലാണ്. ജീവിതത്തിൽ അവർക്ക്, നമുക്കറിയാലോ, ഒട്ടുമിക്ക കലാകാരന്മാരും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏത് മേഖലയിലുള്ള, ഇപ്പോൾ സിനിമയിലുള്ള അപൂർവം കലാകാരന്മാരൊഴികെ മറ്റുള്ള കലാകാരന്മാരൊക്കെ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ചില ആൾക്കാർക്ക് വേറെ വരുമാനങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷേ ഭൂരിപക്ഷം ആൾക്കാരും ഇത് തന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കഷ്ടസ്ഥിതിയിലേക്കാണ് വന്നിട്ടുള്ളത് നമുക്കറിയാം. വാദ്യകലാകാരന്മാർ, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉത്സവങ്ങളുടെ സീസണാണ്, അതൊന്നുമില്ലാതെ കടന്നു പോകുന്നത്. ഇപ്പോൾ തൃശ്ശൂർ പൂരം നടക്കുമെന്ന് അറിയില്ല, ആറാട്ടുപുഴ പൂരം ഇല്ലാണ്ടായി. ഞങ്ങളുടെ നാട്ടിലെ കുടൽമാണിക്യം ഉത്സവം. അപ്പോൾ എത്ര അവർ അന്നൊക്കെ പറയുന്നത് ഉത്സവകാലം ഒരു
2-3 മാസമാണെങ്കിലും അത് അവരൊരു ഒരു ഒരു കാലഘട്ടത്തിൽ അവരെ ജീവിക്കാൻ ഒരു കൊല്ലത്തേക്കുള്ള അവരുടെ വരുമാനം അവർ നേടുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ അതൊക്കെ നിലച്ചു പോയി. അപ്പോൾ അത് ഞാൻ സൂചിപ്പിച്ചിട്ട് മുഖ്യമന്ത്രിക്ക് ഞാൻ നമ്മുടെ സംഘത്തിൻ്റെ പ്രമേയം അയച്ചിരുന്നു, പിന്നെ ഞാൻ ഒരു കത്തയച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ക്ഷേമനിധിയുമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നത്. അപ്പോൾ ക്ഷേമനിധിയിൽ എത്ര അംഗങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും ചൂണ്ടിക്കാണിച്ചു. വളരെ ഉദാരമായിട്ടുള്ള, അതായത് കഴിയുന്ന തരത്തിലുള്ള സഹായം. ഇപ്പോൾ 3000-ൽ ചില്ലാൻ പേർക്ക് ക്ഷേമനിധിയിൽ നിന്ന് സഹായങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ പെൻഷൻ 3000 രൂപ വെച്ചൊരു പെൻഷൻ കിട്ടുന്നുണ്ട്. അതുകൂടാണ്ട് അവർക്ക് ലോണുകളുണ്ട്, വീട് പണിയാനും കുഞ്ഞുങ്ങളുടെ വിഭാഗത്തിനൊക്കെ. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് കൊടുക്കാൻ നിർദ്ദേശം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ആദ്യത്തെ പാക്കേജിൽ തന്നെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ പെൻഷൻ ഡ്യൂസ് ഒക്കെ തീർത്തിട്ട് കൊടുക്കാനും പറഞ്ഞിരുന്നു. പക്ഷേ അത് 3000-ൽ ചില്ലാൻ ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഗവൺമെൻറ് എടുത്തൊരു നിലപാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധിയിൽ അംഗത്വത്തിന് അപേക്ഷിച്ചിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അവരെ അംഗങ്ങൾ എടുത്ത് നോക്കിയപ്പോൾ 10,000 ആൾക്കാരുണ്ട്. ആ 10,000 ആൾക്കാർക്ക് 2 മാസത്തേക്ക് പ്രതിമാസം 1000 രൂപ വെച്ച് കൊടുക്കാനായിട്ട് തീരുമാനം അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചില കടലാസുകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ സാംസ്കാരിക പ്രവർത്തകർ, പുകാസയുടെ പ്രവർത്തകർ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തകരെ സഹായിക്കാൻ തയ്യാറാവണം. പലരും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് എന്നെ വിളിക്കാറുണ്ട്. പക്ഷേ ഈ 10,000 രൂപ ആൾക്കാരും ഈ 3000 ആൾക്കാരും അല്ലല്ലോ. പക്ഷേ മുഖ്യമന്ത്രി തന്നെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നടപടി എന്തായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മറ്റ് ഒരു 20,000 കലാകാരന്മാർക്ക് കൂടി 1000 രൂപ വെച്ച് കൊടുക്കാനുള്ള ഒരു തീരുമാനം കൂടി എടുത്തതായിട്ട് അദ്ദേഹം അന്ന് പറയുകയുണ്ടായി. അതിൻ്റെ നടപടികൾ ഒരു പക്ഷേ അക്കാഡമികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കാം നടക്കാമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇതും പൂർണ്ണമാവില്ല, നമുക്കറിയാം. ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതൊന്നും ഉപയുക്തമാവില്ല. അപ്പോൾ ഞാൻ വേറൊരു പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു. അതായത് നമ്മുടെ ഈ ദേവസ്വം ബോർഡുകൾ ഇപ്പോൾ പ്രധാനമായിട്ടും ഈ കൂടുതൽ ബാധിക്കുന്നത് എന്ന് പറയുന്നത് ക്ഷേത്ര കലാകാരന്മാർ, ഉത്സവങ്ങളായിട്ട് ബന്ധപ്പെട്ട് വാദ്യകലാകാരന്മാർ, അനുഷ്ഠാന കലകളൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ ദേവസ്വം ബോർഡുകൾ, ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്, ഇവരുടെയൊക്കെ കയ്യിൽ അവരുടെ ഓരോ വർഷവും അവരുടെ ആ ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങളിൽ പങ്കെടുക്കുന്ന കലാകാരന്മാരുടെ ലിസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഉത്സവമൊന്നുമില്ല എങ്കിൽ പോലും ഉത്സവങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള വിഭവ സമാഹരണമൊക്കെ നടന്നതിന് ശേഷമാണ് ഉത്സവങ്ങളില്ലാതായിട്ടുള്ളത്. അപ്പോൾ കാര്യമായൊരു സഹായം ദേവസ്വം ബോർഡുകളും അതുപോലെ തന്നെ മറ്റ് ക്ഷേത്രങ്ങളുടെ, പ്രമുഖ ക്ഷേത്രങ്ങളുടെ, ഇരിങ്ങാലക്കുടയാണെങ്കിൽ കൂടൽമാണിക്യം, ഗുരുവായൂരാണെങ്കിൽ കഴിഞ്ഞാൽ ഗുരുവായൂർ ദേവസ്വം ബോർഡ് വേറെയുണ്ട്. പിന്നെ സ്വകാര്യ ക്ഷേത്രങ്ങളുണ്ട്, അതിൻ്റെ ബോർഡുകളുണ്ട്, ജനങ്ങൾ നടത്തുന്ന ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ അവരൊക്കെ കലാകാരന്മാരെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കലാപ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ഇനി കുറഞ്ഞൊരു കൊല്ലത്തേക്ക് നമുക്ക് മുമ്പ് നടത്തിയ പോലെയുള്ള ഒരു സ്വഭാവത്തോടുകൂടി നടത്താൻ പറ്റില്ല. വലിയ തരത്തിലുള്ള മാമാങ്കങ്ങളായിട്ട് വലിയ പണം ചെലവഴിച്ചിട്ട് നടത്തുന്നത് ശരിയായിരിക്കില്ല. പക്ഷെ കലാപ്രവർത്തനങ്ങൾ എങ്ങനെ നടത്തണം, ഈ ദുരിത കാലഘട്ടം അതിജീവിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി, സർക്കാരിനുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി, ജനങ്ങൾക്കുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിന് മാത്രമല്ല ബാധിക്കുക, മുഴുവൻ ജനങ്ങളെയും ബാധിക്കാൻ പോകുക. അത് എത്രയൊക്കെ ഭീമമായ തരത്തിൽ വരുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെ നടത്തണം എന്നുള്ളതിനെക്കുറിച്ച് വലിയൊരു ആലോചന നമ്മൾ നടത്തണം. അതിൻ്റെ സംവിധാനം ജീവിതത്തിൽ തന്നെ വലിയ മാറ്റം വരാൻ പോവുകയാണ്. ഈ കൊറോണ കാലം എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലിരിക്കുക മാത്രമല്ല, നമ്മൾ പലതും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല പ്രതാപങ്ങളും നശിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സാമൂഹ്യ വ്യവസ്ഥകളെ സംബന്ധിച്ച്, സാമ്പത്തിക വ്യവസ്ഥകളെ സംബന്ധിച്ചിട്ടുള്ള വലിയൊരു മാറ്റം ഉണ്ടാവും. വലിയ ആലോചനകൾ നടക്കും. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം സോഷ്യലിസം, കമ്മ്യൂണിസം ഇതൊന്നും പ്രസക്തിയില്ല. അമേരിക്ക അതാ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്, മുതലാളിത്ത രാഷ്ട്രങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വകാര്യ സ്വത്ത്, അതിൻ്റെ ക്രയവിക്രയങ്ങൾ, ലാഭം നേടാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ മാത്രമേ മനുഷ്യൻ പ്രചോദിപ്പിക്കപ്പെടുകയുള്ളൂ, വ്യവസായങ്ങൾ പ്രചോദിക്കപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള വാദഗതികൾ, ഇത്തരം സംഗതികളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നൊരു പശ്ചാത്തലത്തിലാണ്
ഇപ്പോൾ മനുഷ്യൻ ഈ ഒരു ദുരന്തത്തെ അഭിമുഖീകരിക്കുന്നത്. പല മാറ്റങ്ങളുണ്ടാവും. മാറ്റങ്ങളെല്ലാം ക്രിയാത്മകമായതോ പുരോഗതിയിലേക്കുള്ളതോ ആണെന്നില്ല. മനുഷ്യൻ്റെ ചിന്തകളിൽ പല അപകടകരമായ പ്രവണതകളും ഉണ്ടാവാം. അതിൻ്റെ സൂചനകൾ വന്നിട്ടുണ്ട്. നമുക്കറിയാം, ക്ഷേത്രങ്ങളൊക്കെ തന്നെ അടച്ചു, ആരാധനാലയങ്ങളൊക്കെ അടച്ചു. അവർ പിൻവാങ്ങി, ഒന്നും ചെയ്യാനില്ല എന്നുള്ള അർത്ഥത്തിൽ. ആ ഒരു ആത്മീയ മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആത്മീയതയുടെ വേറെ പല തലങ്ങളുണ്ട് എങ്കിൽ പോലും ഈ ആരാധന പൗരോഹിത്യവുമായൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആത്മീയതയുടെ ആ ഒരു ലോകം നിസ്സംഗത പ്രകടിപ്പിച്ചുകൊണ്ട്, നിസ്സഹായത പ്രകടിപ്പിച്ചുകൊണ്ട് പിൻവാങ്ങി. അത് പിൻവാങ്ങിയപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതിന് പകരം നമ്മളെ സഹായിക്കാൻ ഉണ്ടായത് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ജനാധിപത്യ വ്യവസ്ഥയും സോഷ്യലിസം പോലുള്ള മനുഷ്യരുടെ കൂട്ടായ്മകളൊക്കെയാണ്. അതിനെക്കുറിച്ചുള്ള പ്രതീക്ഷകളാണ് മനുഷ്യനെ സഹായിക്കാൻ മുന്നോട്ട് വന്നത്, പകരം വന്നത്, ബദലായി വന്നത്. അപ്പോൾ അത് ശാസ്ത്രചിന്ത വളരാനുള്ളൊരു കാലമാണിത്. വാസ്തവത്തിൽ ശാസ്ത്രബോധം പലപ്പോഴും നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ്റെ അത് മനുഷ്യൻ്റെ ജീവിതത്തിൽ പുലർത്തേണ്ട ജനാധിപത്യവൽക്കരണം തന്നെയാണ് ശാസ്ത്രീയ ബോധം എന്ന് പറയുന്നത്. അത് വളരെ പരമപ്രധാനമാണ്. അപ്പോൾ ഈ ജനാധിപത്യവൽക്കരണം പ്രക്രിയ ഇതിൻ്റെ ഭാഗമായി, ഒരു പാഠം പഠിച്ചതിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം പലപ്പോഴും ഇപ്പോൾ കേരളം പോലുള്ള പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ ഒരു കൊറോണ വൈറസിനെയും രോഗത്തെയൊക്കെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ആ ഒരു വമ്പിച്ച നേട്ടം എന്ന് പറയുന്നത് ഒരുപക്ഷെ കുറച്ചൊക്കെ ജനങ്ങളിൽ വിവേകവും വിചാരബോധവും ചിന്താശീലവും കാര്യങ്ങളെ പഠിച്ച് അപഗ്രഥിച്ചുകൊണ്ട് മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരു ഉൾക്കാഴ്ചയൊക്കെ ഉണ്ടായെന്ന് വരാം. പക്ഷെ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, വലിയ പ്രതീക്ഷയോടുകൂടി നോക്കിക്കണ്ടിരുന്ന തങ്ങളുടെ ഭരണവ്യവസ്ഥയൊക്കെ തന്നെ ഈ മാരകമായ വിപത്തിനെ തടയാൻ പര്യാപ്തമല്ല എന്നൊക്കെ മനസ്സിലാക്കുന്ന ജനങ്ങൾ ശാസ്ത്രചിന്തയിലേക്ക് പോകണമെന്നില്ല. അത് ശാസ്ത്രത്തിൻ്റെ പരാജയമാണെന്ന് പോലും ചിത്രീകരിക്കപ്പെട്ടേക്കാം. ഇത്രയധികം മെഡിക്കൽ സയൻസൊക്കെ പുരോഗമിച്ചിട്ടും ഇതിനൊരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. ജീവിതത്തിൻ്റെ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു സംഗതിയാണ് മെഡിക്കൽ സയൻസ്, ആധുനിക മോഡേൺ മെഡിക്കൽ സയൻസ്. അത് പരാജയപ്പെടുകയാണല്ലോ എന്നൊക്കെ വേണ്ടി പ്രചാരണം നടന്നേക്കാം. അതിൻ്റെ ഭാഗമായി മനുഷ്യൻ വീണ്ടും നിരാശയിലേക്കും പലതരത്തിലുള്ള ജീർണതയിലേക്കൊക്കെ പോയി എന്നും വരാം. പലരും ഈ അവസരങ്ങൾ പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയെന്ന് വരാം. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ, കേരളത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, വളരെ തന്ത്രപരമായി ഇപ്പോൾ സംഘപരിവാറൊക്കെ തന്നെ, RSSും മറ്റ് സംഘങ്ങളൊക്കെ തന്നെ അതിനെ ചെറുക്കാനുള്ള പ്രവർത്തനത്തിലാണ് നമ്മൾ അവസാനം ഏർപ്പെട്ടിരുന്നത്. ഈ മതങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കി മനുഷ്യനെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ. ആ ശ്രമം ഇതിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുക. അതായത് പണ്ട് കാലത്തൊക്കെ നമ്മൾ എപ്പോഴും വിമർശിച്ചിരുന്ന RSSൊക്കെ വലിയ സംഗതിയായിട്ട് കൊണ്ടു നടക്കുന്ന ഈ വർണ്ണവ്യവസ്ഥ, അതിൻ്റെ ഭാഗമായിട്ടുള്ള തൊട്ടുകൂടായ്മ, അയിത്തം, ഇതിനൊക്കെ നമ്മൾ എതിർത്തപ്പോൾ അവരൊന്നും മിണ്ടാറില്ല. കാരണം അത് വേണ്ടിയിട്ട് കാര്യമില്ല എന്ന് അവർക്കറിയാം. പക്ഷേ ഇപ്പോൾ ചില ആൾക്കാർ വന്ന് പറയാണ്, അന്ന് പറഞ്ഞ അയിത്തവും തൊട്ടുകൂടായ്മയും, ആൾക്കാർ തമ്മിൽ അകലത്ത് നിൽക്കണം, അവിടെ ആൾക്കാർ തമ്മിൽ അകലത്ത് നിൽക്കുന്നതല്ല പറഞ്ഞത്, ജാതികൾ തമ്മിൽ അകന്ന് നിൽക്കണം എന്നാണ് പറഞ്ഞത്. അതൊക്കെ ശരിയായിരുന്നു എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പ്രവണത പോന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പലതരത്തിലും ഇതിന് ഉപയോഗപ്പെടുന്ന പ്രവണതകൾ ഉണ്ടാവും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ സാംസ്കാരിക പ്രവർത്തനം നമുക്ക് തുടരുക തന്നെ വേണം. അതിപ്പോൾ ഈ കൊറോണ വൈറസിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ലോക്ക്ഡൗൺ ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് മെയ് 3 വരെ തുടരും എന്നാണ്. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടും അതിലെ ഇളവും ഒക്കെ കാര്യങ്ങളൊക്കെ ഒരു ദിവസം കൂടി കഴിഞ്ഞ് പറയുന്നതാണ് ഇപ്പോൾ ഇന്ന് അവസാനം മനസ്സിലാക്കി. ഇത്ര നാൾ തുടരുമെന്ന് പറയാൻ കഴിയില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ ഇളവുകളൊക്കെ അനുവദിച്ചാൽ തന്നെ പലതരത്തിലുള്ള പരിമിതികളുണ്ടാവും. മനുഷ്യ ജീവിതത്തിന് തന്നെ പരിമിതികളുണ്ടാവും. അപ്പോൾ സാംസ്കാരിക പ്രവർത്തനം തീർച്ചയായിട്ടും പരിമിതികളുണ്ടാവും. അപ്പോൾ ഈ പരിമിതികളുടെ കാലത്ത് അപ്പോൾ 2 ഘട്ടങ്ങളുണ്ട്. ഈ പരിമിതികളുടെ കാലത്തും പരിമിതികൾ കഴിഞ്ഞ കാലത്തും, കഴിഞ്ഞ് സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കാലഘട്ടത്തിൽ സാംസ്കാരിക പ്രവർത്തനം അനിവാര്യമാണ്. പക്ഷേ അത് ദുർച്ചെലവുകളില്ലാതെ നമുക്ക് നടത്താൻ കഴിയണം.
അതിനൊക്കെ പറ്റിയ മാർഗങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഈ നമുക്ക് ഇതുപോലുള്ള സൗകര്യങ്ങൾ ഈ വിവരസാങ്കേതിക വിദ്യയുടെ ഭാഗമായിട്ട് ഈ സമൂഹ മാധ്യമങ്ങൾ, ഇപ്പോൾ ഈ ഫേസ്ബുക്ക്, അതിലെ ലൈവ് പ്രോഗ്രാം, അതുപോലെ തന്നെ യൂട്യൂബിൽ അത് നമുക്കാവാം. അപ്പോൾ നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കണ്ണൂരുള്ള നമ്മുടെ പ്രവർത്തകരാണ് അതിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. വളരെ നല്ല രീതിയിൽ ചെറിയൊരു പ്രവർത്തനമാണ് അത് വാസ്തവത്തിൽ പറയുകയാണെങ്കിൽ. പക്ഷേ വലിയ തരത്തിലുള്ള ആളുകളെ ആകർഷിക്കുകയും പങ്കാളികളാവുകയും നമ്മുടെ കലാകാരന്മാർക്ക് അവരുടെ കലാപ്രകടനങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരവസരം, അതുപോലെ തന്നെ പുസ്തകങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, ചർച്ചകൾ. ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്ന പ്രവർത്തനം ഞാൻ വളരെ കൃത്യമായിട്ട് അത് പിന്തുടരുന്നുണ്ട്. തിരുവനന്തപുരത്ത് വിവിധ യൂണിറ്റുകൾ, വിവിധ മേഖലകൾ ഒക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടായ്മകൾ, ഫേസ്ബുക്ക് കൂട്ടായ്മയായാലും അതുപോലെ തന്നെ മറ്റേ വാട്സപ്പ് കൂട്ടായ്മകളൊക്കെ തന്നെ ഉള്ള പ്രവർത്തനങ്ങൾ, തിരുവനന്തപുരമാണ് ഇപ്പോൾ ആ മേഖലയിൽ അത്തരം കൂട്ടായ്മകളുടെ പ്രവർത്തനത്തിൽ വളരെ മുന്നിൽ വന്നിരിക്കുന്നത്. അത് കാലത്തിൻ്റെ സംഗതി കൃത്യമായി മനസ്സിലാക്കിയിട്ട് അവർ മുന്നോട്ട് വന്നതാണ്. അപ്പോൾ ശബ്ദം കുറവാണെന്ന് സുഹൃത്തുക്കൾ പറയുന്നുണ്ട്. എങ്കിൽ പോലും ഞാൻ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫേസ്ബുക്കിലൊക്കെ ഞാൻ ധാരാളം കാര്യങ്ങളൊക്കെ എഴുതാറുണ്ടെങ്കിൽ പോലും ലൈവിൽ വരാൻ എനിക്കൊരു മടിയാണ് ഇപ്പോഴും. കാരണം എഴുതിക്കൊണ്ട് ഉള്ള ചർച്ചകൾ ആണ് കുറേ കൂടി പരിചയം, അത് പരിചയത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് ഈ ചർച്ച ഹെഡ്സെറ്റ് ഉപയോഗിച്ചാൽ മതിയായിരുന്നു അല്ലേ? നോക്കാം, ഇനി അടുത്തതൊക്കെ ആകുമ്പോൾ ശരിയാവാം. കേൾവിക്ക് പ്രശ്നമുണ്ടെങ്കിൽ പറയണം, ഞാൻ കുറച്ച് ഉറക്കെ സംസാരിക്കാം. ഒരു കഥ വായിച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചെറിയ കഥയാണ് വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പുസ്തകം ഇപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പുളിനെല്ലി സ്റ്റേഷൻ എന്നാണ് അതിൻ്റെ പേര്. DC ബുക്സ് ഇറക്കിയത്. ഇത് ജനുവരിയിലാണ് അതിൻ്റെ 1-ാം പതിപ്പ് ഇറങ്ങിയത്. അത് ഫെബ്രുവരി അവസാനം തന്നെ 2-ാം പതിപ്പ് ഇറങ്ങി. പക്ഷേ ഇപ്പോൾ പുസ്തകങ്ങളുടെ വിൽപ്പന മറ്റു കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ. അതൊരു പ്രതിസന്ധിയാണ്. ആ കാര്യത്തിൽ നമ്മൾ പുതിയ എന്തെങ്കിലും മാർഗങ്ങൾ കണ്ടെത്തണം. ഇപ്പോൾ പുസ്തകങ്ങളുടെ വിതരണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രവർത്തനത്തിൻ്റെ പ്രധാന ഭാഗമായിരുന്നില്ല. കാരണം അതിനുവേണ്ടി വേറെ സംവിധാനങ്ങളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. നമ്മളപൂർവ്വം ചില പുസ്തകങ്ങൾ ഇറക്കിയിരുന്നെന്ന് മാത്രമേ ഉള്ളൂ. കാരണം അത് രാജ്യത്ത് നടക്കുന്നുണ്ട് നന്നായിട്ട്, അല്ലെങ്കിൽ സംസ്ഥാനത്ത് നടക്കുന്ന ഇഷ്ടംപോലെ ബുക്ക് സ്റ്റാളുകളുണ്ട്, ആൾക്കാർക്ക് പുസ്തകം വായിക്കേണ്ട. ആ പുസ്തകങ്ങളെക്കുറിച്ചൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന വിധത്തിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെയാണ് നമ്മൾ നടത്താറ് സാധാരണ. വിൽപ്പനയിൽ നമ്മളങ്ങനെ ഇടപെടാറില്ല. പക്ഷേ ഇനിയിപ്പോൾ എങ്ങനെയാണ് നമുക്ക് പുസ്തകങ്ങൾ എത്തിക്കാം എന്നുള്ളതും കൂടി നമ്മളുടെ ഒരു പ്രവർത്തനമായിട്ട് എടുക്കേണ്ടി വരും. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പുസ്തകങ്ങളൊക്കെ വരികയും അതുപോലെ തന്നെ ബുക്ക് സ്റ്റാളുകളൊക്കെ തുറക്കുകയും ചെയ്യും. ഇപ്പോൾ തന്നെ നമ്മുടെ പബ്ലിഷേഴ്സ് കുറച്ചൊരാശങ്കയിലാണ്. അപ്പോൾ അവരുടെ പ്രധാന ആശങ്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ പുസ്തകങ്ങൾ മുഴുവൻ ഓൺലൈനിൽ വാങ്ങും. ഓൺലൈനിൽ എന്ന് വെച്ചാൽ ബുക്കായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ബുക്ക് സ്റ്റാളുകളും അതുപോലെ തന്നെ ഇതുപോലുള്ള ഹാർഡ് കോപ്പി ബുക്കുകളൊക്കെ തന്നെ അതിൻ്റെ സാധ്യതകൾ എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള ആശങ്കകളുണ്ട്. നമുക്ക് ആ മേഖലയിൽ കൂടി ഇടപെടണം. എന്തായാലും കഥ വായിക്കാം അല്ലേ ഉണ്ണികൃഷ്ണൻ? ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പുസ്തകത്തിലെ മറ്റു പല കഥകളും നോക്കി. അപ്പോൾ വലിപ്പം കുറഞ്ഞൊരു കഥയാണ് ഞാൻ എടുത്തത്. ഈ കഥ നമ്മൾ നടത്തിയ ഗ്രഹസദസ്സുകളുടെ ഉദ്ഘാടനമായിട്ട് തൃശ്ശൂർ ജില്ലയിൽ ഞാൻ വായിച്ച കഥയാണ്. അന്ന് അത് വായിക്കുമ്പോൾ കഥയ്ക്കൊരു പ്രശ്നമുണ്ടല്ലോ, ഈ വായിക്കുമ്പോൾ കവിത പോലെയല്ല, അത്ര ഒരു താളമൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് പെട്ടെന്ന് ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. എന്നെങ്കിൽ പോലും ഞാൻ വായിക്കാം. കോപ്പക്കുട്ടി മാഷ് എന്നാണ് ഈ കഥയുടെ പേര്. ഇത് പണ്ട് വന്നതാണ് പുസ്തകത്തിൽ, പുതിയ കഥയൊന്നും എഴുതിയിട്ടില്ല. കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്നാണ്. സ്കൂൾ വെക്കേഷൻ കാലത്ത് ഞങ്ങൾ എടക്കുളത്തെ ചെറിയമ്മയുടെ വീട്ടിൽ പോയി നിൽക്കാറുണ്ട്. അവിടെ വെച്ചാണ് കോപ്പക്കുട്ടി മാഷെ കാണുന്നത്. തീരെ മെലിഞ്ഞിട്ടാണെങ്കിലും
ആളൊരു ഭയങ്കരനാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തിന് ഞാൻ സാക്ഷിയായി. അത് പറയാം. ചെറിയമ്മയുടെ വീട് ചെറുതും ഓലമേഞ്ഞതുമായിരുന്നു. വീട് കൂടാതെ 2 ഓലഷെഡുകൾ വേറെയുണ്ട്. അടുക്കളപ്പുരയും തളവും. എടക്കുളത്ത് ചെന്ന് പാർക്കാൻ ബഹുരസമാണ്. ഒന്നാമത്തേത് വീട്ടിൽ കിട്ടാത്ത സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ എല്ലാവർക്കും വലിയ സ്നേഹം. ഒരു വീട്ടിൽ കൊള്ളാത്തത്ര ആളുകളുണ്ട് അന്നവിടെ. ചെറിയമ്മയും ചെറിയച്ഛനും പുറമെ പ്രായം ചെന്ന അച്ചാച്ചനും അമ്മാമ്മയുണ്ട്. പിന്നെ അമ്മായിമാർ, അമ്മാവന്മാർ, അവരുടെയൊക്കെ പല പ്രായത്തിലുള്ള നിരവധി കുട്ടികൾ. ബഷീറിൻ്റെ കഥയിൽ പറയുന്ന പോലെ വീടിനകത്ത് സദാ സഞ്ചരിക്കുന്ന പൂച്ചകൾ, ഒരു ഭയവുമില്ലാതെ ശബ്ദമുണ്ടാക്കി നടക്കുന്ന കോഴികൾ, ആടുകൾ, കൂടെ തീരെ സാധുവായ രാമുട്ടി എന്ന പേരുള്ള ഒരു പട്ടി. വീടിന് മുന്നിലെ തളത്തിലാണ് ഞങ്ങൾ കുട്ടികളെല്ലാം പായ വിരിച്ച് കിടക്കുക. അവിടെ തന്നെ 2 കട്ടിലുകളിലായി അച്ചാച്ചനും അമ്മാമ്മയും കിടക്കും. അമ്മമ്മ പകലും കിടപ്പ് തന്നെ. ചിലപ്പോൾ മാത്രം എഴുന്നേറ്റിരിക്കും. വർത്തമാനം പറയാൻ ബുദ്ധിമുട്ടില്ല. പഴയ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നല്ല ഓർമ്മയാണ്. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഒച്ച വെച്ച് അടുക്കളയിലുള്ള പെൺമക്കളെയും മരുമക്കളെയും നിയന്ത്രിക്കും. എന്തുട്ടാടെ അടുപ്പത്ത് കരിയണ് എന്നാണ് പ്രധാന ചോദ്യം. അച്ചാച്ചന് പകൽ വിശ്രമിക്കാൻ തളത്തിലൊരു ചാരുകസേരയുണ്ട്. അച്ചാച്ചനുമായിട്ടായിരുന്നു ഞങ്ങൾക്ക് കൂട്ടുകെട്ട്. അദ്ദേഹം കാലത്ത് കുളിച്ച് ഗുരുദേവൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങും. പകൽ മുഴുവൻ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ പറമ്പിൽ നടക്കും. രാമുട്ടി എന്ന പട്ടിയും ഉത്സാഹത്തോടു കൂടെ വരും. കുടിയിരിപ്പ് 1/2 ഏക്കറേ ഉള്ളൂ. അതിൽ തെങ്ങുകളേക്കാൾ കൂടുതൽ പ്ലാവുകളായിരുന്നു. അതുകൊണ്ട് വേനലിൽ ആ വീട്ടിലെ പ്രധാന വിഭവം ചക്കയാണ്. ഒരു ചായപ്പുമുറി ചക്കയ്ക്ക് വേണ്ടി മാത്രമായി ഒരുക്കിയിരിക്കുന്നു. പാവാടയെടുത്ത ഒരു ചെറിയമ്മായി അവിടെ ഇരുന്ന് സദാ ചക്ക നന്നാക്കിക്കൊണ്ടിരിക്കും. വീട്ടുപറമ്പിനും പുറമെ ഏതാണ്ട് 2 ഏക്കർ വരുന്ന മറ്റൊരു പറമ്പ് അച്ചാച്ചൻ പരിപാലിച്ചിരുന്നു. കൈമളുടെ പറമ്പ് എന്നാണ് പറയുക. അത് മൂപ്പർ പാട്ടത്തിനെടുത്തതെന്നാണ് ഓർമ്മ. മരച്ചീനിയും ചേനയും കായ്ക്കറികളുമായിരുന്നു അവിടുത്തെ കൃഷി. വലിയ ഇലകളുള്ള കുളച്ചേമ്പുകൾ ഒരുപാടുണ്ട്. കൊല്ലം തോറും പാറ പൊട്ടിച്ച് താഴ്ത്തുന്ന ഒരു കിണറുണ്ട് അവിടെ, ഭീകര ആഴമുള്ളത്. ആ കിണറ്റിൽ നിന്ന് കോരി പാട്ടകളിൽ നിറച്ച് കാവിൽ ചുമന്നാണ് അച്ചാച്ചൻ നനച്ചിരുന്നത്. ആൾക്ക് പ്രായമായെങ്കിലും സാമാന്യം നല്ല കരുത്തുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് കോപ്പക്കുട്ടി മാഷ് എന്ന വാക്ക് ഞാൻ ആദ്യമായി കേൾക്കുന്നത്. കൗതുകമുള്ള പേരായതുകൊണ്ട് അത് എൻ്റെ ഓർമ്മയിൽ തന്നെ നിന്നു. അച്ചാച്ചൻ പറഞ്ഞു, അടുത്ത കൊല്ലം വേനലാവുമ്പോഴേക്കും കനാലിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം തുറക്കാമെന്ന് കോപ്പക്കുട്ടി മാഷ് പറഞ്ഞിട്ടുണ്ട്. ആള് പറഞ്ഞതാ. അത്തവണ തന്നെ ഞാൻ കോപ്പക്കുട്ടി മാഷ് നേരിൽ കണ്ടു. കോപ്പക്കുട്ടി മാഷെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നായാടി സുബ്രനെ കുറിച്ച് പറയണം. നായാടികളെ എനിക്ക് വലിയ ഭയമായിരുന്നു. തീരെ ചെറുതായിരിക്കുമ്പോൾ ഒരിക്കൽ നായാടിയെ പേടിച്ച് നെല്ലിടുന്ന പത്തായത്തിൽ ഞാൻ ഒളിച്ചിരുന്നിട്ടുണ്ട്. മാങ്ങൻ നായാടിയാണ് കാട്ടൂരിൽ ഞങ്ങളുടെ വീട്ടിൽ വരിക. വീടിനടുത്തേക്ക് വരില്ല. പറമ്പിൻ്റെ അറ്റത്ത് വേലിക്കടുത്ത് വന്നിരിക്കും. എന്നിട്ട് എന്തൊക്കെയോ ഒച്ച വെച്ച് അലറും. നെല്ലോ പണമോ കൊണ്ടുപോയി കൊടുക്കണം. അവിടെ ഇരിക്കുമ്പോഴും അങ്ങോർ എന്തെങ്കിലും പണി ചെയ്യുന്നുണ്ടാവും. കയറ് പിരിക്കുന്നതാണ് കണ്ടിരിക്കുന്നത്. ചിലപ്പോൾ കയറുകൊണ്ട് പശുവിൻ്റെ മോന്തക്കൊട്ട ഉണ്ടാക്കും. അല്ലെങ്കിൽ കള്ളുകൂടം ചെറുകയർ കൊണ്ട് വരിഞ്ഞ് ഭദ്രമാക്കും. ഭിക്ഷ കിട്ടിയാലും നായാടി അലറും. പ്രാവുകയാണത്രേ. നായാടിയുടെ പ്രാക്ക് കിട്ടിയാൽ ഗുണം വരുമെന്നാണ്. നായാടികൾ ഭൂമിയിലെ ഏതോ അജ്ഞാത ഗുഹകളിൽ നിന്ന് വരുന്നുവെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഇടക്കുളത്ത് ചെന്നപ്പോൾ സംഗതി തിരിഞ്ഞു. അവിടെ അടുത്ത് തന്നെ ഒരു നായാടി കോളനി ഉണ്ട്. അവിടെയുള്ളവർ റോട്ടിൽ കൂടി നടക്കുന്നതും ചിരിക്കുന്നതും വർത്തമാനം പറയുന്നതും വെള്ളം കുടിക്കുന്നതും ഒക്കെ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ഒരു ദിവസം അച്ചാച്ചൻ തൻ്റെ പതിവുള്ള നാട്ടുസഞ്ചാരം കഴിഞ്ഞ് മടങ്ങി വന്നത് വിശേഷപ്പെട്ട ഒരു വാർത്തയും കൊണ്ടാണ്. വന്നു കയറിയ പാടെ അദ്ദേഹം ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു, കള്ളനെ പിടിച്ചു. ഷാരത്തെ വടക്കോർത്ത് പുളിമരത്തുമ പിടിച്ചു കെട്ടിയിട്ടുണ്ട്. ഓ, എന്നിട്ട് ആരും അടിച്ചില്ലേ അവനെ? അമ്മമ്മ സന്തോഷവതിയായി കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. ഓ, ഒരുമാതിരി കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളത് പോലീസ് വന്ന് കൊടുക്കുകയായിരിക്കും. ഇടക്കുളത്തെ വീടുകളിൽ അന്ന് അല്ലറ ചില്ലറ മോഷണം നടക്കുന്നുണ്ടായിരുന്നു. വീടിന് പുറത്തു വെച്ച പാത്രങ്ങൾ, വിറകുപുരയിലെ നാളികേരം, പ്ലാവിൽ നിന്ന് ചക്ക, ഇരുമ്പം പുളി, കോഴികൾ. വീടിന് പുറത്തു വെച്ച് ചായച്ചു കെട്ടിയ അടുക്കളകളാണെന്ന്. അതിനൊന്നും വാതിൽ പതിവില്ല. അവിടെ സൂക്ഷിച്ചിരുന്ന ഉപ്പുമാങ്ങ, ചക്കക്കുരു, ഉണങ്ങിയ മാങ്ങയണ്ടി, കുടംപുളി എന്നിവയും നഷ്ടപ്പെട്ടു. റാവുത്തരുടെ പറമ്പിൽ കെട്ടിയിരുന്ന ഒരു ആടും മോഷണം പോയിരുന്നു. പോലീസിൽ പോയി പറഞ്ഞെങ്കിലും ഒരു ബലവും ഉണ്ടായില്ല. ഷാരത്തെ പടിഞ്ഞാറേ ഏതൊക്കെ ശീമപ്ലാവുമെന്നാണ് പിടിച്ചത്. ആൾക്കാർ വന്ന് കാണുന്നതിന് മുമ്പ് അവനൊരു കൊട്ട ശീമച്ചക്ക പൊട്ടിച്ചേർന്നു. അതിപ്പോൾ അവൻ്റെ മുമ്പിൽ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. അച്ചാച്ചൻ പറഞ്ഞു,
അച്ചാച്ചൻ പറഞ്ഞു. അദ്ദേഹം അമ്മമ്മയോട് ചോദിച്ചു, ആരാന്നാ കള്ളൻ? നമ്മുടെ നായാടി തുപ്രൻ. ഷാരത്തെ കിണറ്റിൽ പാളയം കയർ അഴിച്ചിട്ട് അവനെ കെട്ടിയിരിക്കുന്നത്. തുപ്രനോ? എൻ്റെ കണ്ണങ്കടവ് മുത്തപ്പ. അമ്മമ്മ നെഞ്ചത്ത് കൈവച്ചു. ഇന്നാളല്ലേ അവൻ ഇവിടുത്തെ ഞാവൽക്കായ പൊട്ടിക്കാൻ വന്നത്? ഇപ്പം പിടികിട്ടി. എൻ്റെ പിച്ചളക്കുടം കൊണ്ടുപോയിരിക്കുന്നത് അവൻ തന്നെ. എൻ്റെ കല്യാണത്തിന് ചെറിയമ്മൻ സമ്മാനം തന്നത് ആ കുടം. നടവരമ്പ് സ്വാമിയുടെ അവിടെ നിന്ന് മേടിച്ചത്. ഇവിടുത്തെ മൂതവികൾ നിലത്തിട്ട് അവിടെ തിരിച്ച് ഞലക്കണമെന്നല്ലാതെ ഒരു കുഴപ്പമില്ലാത്ത പിച്ചളക്കുടം. അച്ചാച്ചൻ പറഞ്ഞു. നായാടി മട്ടില്ല അവൻ്റെ നടപ്പ്. കയറുവിരിയും ആമേനച്ചൂടലും ഇല്ല. പിന്നെ ഷർട്ടും കുപ്പായം ഇട്ട് ടൗണിൽ പോകാനും ഹോട്ടലിൽ കയറി ചായ കുടിക്കാനും എവിടുന്ന കാശ്? കക്കന്നെ. ഇന്നാൾ ഞാൻ കച്ചേരിയിൽ പോയില്ലേ? അന്ന് എനിക്ക് വെള്ളം ദാഹിച്ചിട്ട് പരവേശം വന്നു. ആലിൻ്റെ അവിടെ കൊച്ചുഗോവിന്ദൻ നായരുടെ ഹോട്ടലിൽ കയറി. അപ്പോൾ അവിടെ കസേരമേലിരുന്ന് ഒരുത്തനുണ്ട് ചായ കുടിക്കുന്നു. ആര്? നമ്മുടെ നായാടി തുപ്രൻ. ഞാനപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവിടെ കയറിയിട്ടില്ല. ഈ ജന്മം ഇനി അവിടെ കയറലുമില്ല. അവിടുത്തെ ദോശ ചട്ടണി കൂട്ടി തിന്നലുമില്ല. അച്ചാച്ചൻ മേൽവസ്ത്രം അഴിച്ച് ചാരുകസേരയിൽ കിടന്നു. അപ്പോൾ എൻ്റെ മനസ്സിലൊരാഗ്രഹം നാമ്പിട്ടു. ഞാനത് പറഞ്ഞു. എനിക്ക് കള്ളനെ കാണണം. കള്ളന്മാരൊന്നും കുട്ടികൾ കാണാൻ പാടില്ല. അച്ചാച്ചൻ ഒഴിഞ്ഞു മാറി. എൻ്റെ അനിയത്തി പ്രഭ അന്ന് തീരെ ചെറുതാണ്. പക്ഷേ അവൾ വർത്തമാനമെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവൾ പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് കള്ളനെ കെട്ടിയിട്ട് ഇത് കാണണം. അവളെ പിന്തുടർന്ന് ചെറിയമ്മയുടെ കുട്ടികളും കരയാൻ തുടങ്ങി. കരച്ചിലിൻ്റെ ഒരു കോറസ് അച്ചാച്ചനെ കുഴക്കി. അതിനിടെ അമ്മമ്മ ഞങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തോട് ന്യായം പറഞ്ഞു. എന്ത് മനുഷ്യനാണ് നിങ്ങൾ? കിടാങ്ങൾ കിടന്ന് കരയുന്നത് കണ്ടില്ലേ? അവറ്റോടെ കൊണ്ടുപോയി ഒന്ന് കാണിച്ചു കൊടുത്തൂടെ? കള്ളനെ കെട്ടിയിരിക്കുന്നത് കാണാൻ ആർക്കായാലും പൂതിയുണ്ടാവില്ലേ? ഒരു മനുഷ്യായുസിൽ വേറെ കാണാൻ പറ്റുന്ന കാര്യം അത്. ഈ ഷാരത്തെ വടക്കോറം വരെ ഒന്ന് പോകേണ്ട കാര്യമില്ലേ ഉള്ളൂ. മനസ്സിലെ മനസ്സോടെ അച്ചാച്ചൻ വീണ്ടും കാക്കിക്കുപ്പായം എഴുന്നേറ്റ് വീണ്ടും കാക്കിക്കുപ്പായം ഇട്ടു. അത് കണ്ട് തളത്തിൽ കിടന്നിരുന്ന രാമുട്ടിയും എഴുന്നേറ്റ് ഉത്സാഹഭരിതനായി വാലാട്ടി. അവൻ മുന്നിൽ തന്നെ നടന്നു. ഇറങ്ങാൻ നേരത്തെ അമ്മമ്മ ഓർമ്മിപ്പിച്ചു. എൻ്റെ പിച്ചളക്കുടം എവിടെ വെച്ചേക്കുന്നത് അവനോട് ചോദിക്കണം കേട്ടോ. അതുപോലെ എൻ്റെ പേര് അക്ഷരം കൊത്തിയിട്ടുണ്ട്, നാരായണീരൻ നാന്ന്. ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും ആൾക്കൂട്ടം പെരുകിയിരുന്നു. കുട്ടികൾ, സ്ത്രീകൾ, അയൽദേശങ്ങളിൽ നിന്ന് പോലും ആളുണ്ട്. തിക്കും തിരക്കും വർത്തമാനവും. ആവേശം കൊണ്ട് അങ്ങിങ്ങു നീങ്ങുന്നവരോട് അവിടുത്തെ രാമപിഷാരടി എന്ന ആൾ വിളിച്ചു പറഞ്ഞു. നീങ്ങി വന്ന് വീടുമല അയിത്താക്കരുത് കേട്ടോ. അകലെ എവിടെ നിന്ന് കൂട്ടനിലവിളി കേട്ടു. ഒരാൾ പറഞ്ഞു, കോളനിന്നാണ്. തുപ്രൻ്റെ തള്ളയും പെങ്ങന്മാരും നെഞ്ചത്തടിക്കുകയാണ്. അടിച്ചിട്ട് അവറ്റയുടെ നെഞ്ച് കലങ്ങണം. അപ്പോൾ ഇമാതിരി പണിക്ക് നമ്മുടെ പണി കുറച്ച് കുറഞ്ഞു. ശാപം കിട്ടിയ ജന്മങ്ങളാ. മുജ്ജന്മത്തിൽ പാപം ചെയ്തിട്ടാണ് ഈ ജന്മത്തിൽ മനുഷ്യൻ നായാടിയായി ജനിക്കുന്നത്. 4-5 ഏറുകൾ കിട്ടി തുപ്രൻ്റെ നെറ്റിയിൽ നിന്നും നെഞ്ചിൽ നിന്നും ചോര കിനിയുന്നുണ്ടായിരുന്നു. അവൻ ആൾക്കൂട്ടത്തിലെ എല്ലാവരെയും മാറി മാറി നോക്കുകയാണ്. അച്ചാച്ചൻ പറഞ്ഞു, നോക്കാം, വല്ല കുലുക്കുണ്ടോയെന്ന് നോക്കാം അവന്. അപ്പോൾ എനിക്ക് മറ്റൊരു ആഗ്രഹം ഉണ്ടായി. ഞാൻ അച്ചാച്ചനോട് ചോദിച്ചു, ഞാൻ കല്ലെടുത്ത് തുപ്രനെ എറിയട്ടെ? അച്ചാച്ചൻ ഒന്ന് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇപ്പം നീ എറിയണ്ട, അതിനുള്ള കാലാവട്ടെ. പഠിച്ച് പോലീസായിക്കോ. അപ്പോൾ ഇഷ്ടം പോലെ കള്ളന്മാരെ സ്റ്റേഷനിലിട്ട് ഇടിക്കാൻ പറ്റുമല്ലോ. ആ സമയത്ത് പാടത്തിൻ്റെ നടവരമ്പിലൂടെ ഒരാൾ പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. അത് കണ്ട് അച്ചാച്ചൻ പറഞ്ഞു, ആ കോപ്പക്കുട്ടി മാഷ് വന്നു, ഇനിയൊക്കെ അവൻ നോക്കിക്കോളും. ഉയർത്തിപ്പിടിച്ച കത്തിയുമായിട്ടാണ് കോപ്പക്കുട്ടി മാഷിയുടെ വരവ്. വെളുത്തുമെലിഞ്ഞ ആ മുഖത്ത് തീപാറുന്ന രോഷം. ഉയരം ഏതാണ്ട് 6 അടിയിൽ കൂടും. ധൃതിയിൽ നടന്നു വരുമ്പോൾ ശരീരം കാറ്റത്തെ കവുങ്ങ് പോലെ ചെരിയുന്നുണ്ട്. കോപ്പക്കുട്ടി മാഷ് തുപ്രനെ കൊല്ലുമോ? ഞാൻ ചോദിച്ചു. അവൻ എന്തും ചെയ്യും, അത്രയ്ക്ക് ധൈര്യ. നടവരമ്പത്തെ പാടത്ത് വെച്ച് പോലീസ് ഇൻസ്പെക്ടർ UPR മാനെ ചീത്ത വിളിച്ച ആളല്ലേ. അനിയത്തി പ്രഭ പേടിച്ച് 2 കൈ കൊണ്ടും കണ്ണുപൊത്തി. പക്ഷെ പാഞ്ഞു വന്ന കോപ്പക്കുട്ടി മാഷ് കത്തി കൊണ്ട് തുപ്രനെ കെട്ടിയ കയർ മുറിച്ചു. കയറിൻ്റെ അവലംബം നഷ്ടപ്പെട്ടതോടെ തുപ്രൻ കുഴഞ്ഞു വീണു. അവന് ബോധം നഷ്ടപ്പെട്ടു. തുപ്രനെ താങ്ങിപ്പിടിച്ചു നിന്ന് കോപ്പക്കുട്ടി മാഷ് രാമപിഷാരടിയോട് അലറി, ഒരു പാത്രം വെള്ളം കൊണ്ടുപോടാ നായേ. രാമപിഷാരടി കുറച്ചു സമയം അന്തം വിട്ടു നിന്നു. പിന്നെ പരിസരബോധം വന്ന പോലെ അയാൾ വീടിനകത്തേക്ക് ഓടി. വെറുതെയായ കമലപിഷാരസ്യരാണ് ഒരു ഓട്ടുമന്തയിൽ വെള്ളം കൊണ്ടുവന്നത്. പാത്രം നിലത്ത് വെച്ച് അവർ ഭയന്ന് ഉറച്ചു നിന്നു. തുപ്രൻ വെള്ളം ഒരിറക്ക് കുടിച്ചു. ആ സമയത്ത് അകലെ കേട്ടിരുന്ന അലമുറ ഉച്ചത്തിലായി. കോളനിയിൽ നിന്ന് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു സംഘം കരഞ്ഞുകൊണ്ട് ഓടി അടുത്തു വന്നു. തുപ്രൻ്റെ മുന്നിൽ വന്ന് നിലത്ത് കിടന്നുരുണ്ട് ഒരു തന്തനായാടി നെഞ്ഞത്ത് ആഞ്ഞടിക്കാൻ തുടങ്ങി. കോപ്പക്കുട്ടി മാഷ് ആ സംഘത്തിന് നേരെ കയർത്തു. എന്തിനാടാ കഴുതകളെ നിലവിളിക്കുന്നത്? തുപ്രൻ എഴുന്നേറ്റ് നടക്കാൻ നിവൃത്തിയുണ്ടായിരുന്നില്ല. കോളനിയിലെ 4 ചെറുപ്പക്കാർ അവനെ താങ്ങിയെടുത്ത് നടന്നു. ഇടാ, ഇത് കൊണ്ടുപോ. കോപ്പക്കുട്ടി മാഷ് കത്തി അവരിൽ ഒരാളെ ഏൽപ്പിച്ചു. മാഷ് വല്ലാണ്ട് കിതച്ചിരുന്നു.
ക്ഷീണിച്ച് അദ്ദേഹം നിലത്ത് തന്നെ ഇരുന്നു. അപ്പോഴും കൂട്ടം കൂടി അടുത്ത് നിൽക്കുന്ന ആൾക്കാരോട് അദ്ദേഹം ഉറക്കെ ചോദിച്ചു, നാടകം കഴിഞ്ഞില്ലേ, ഇനി പൊക്കൂടെ? ആളുകൾ പിരിഞ്ഞു. ഞങ്ങളും നടന്നു. ഞങ്ങളുടെ മടക്കത്തിന് തീരെ ഉഷാറുണ്ടായിരുന്നില്ല. രാമുട്ടിയുടെ കോട്ടുവായിൽ പോലും അത് പ്രതിഫലിച്ചു. ഞാൻ അച്ചാച്ചനോട് ചോദിച്ചു, കോപ്പക്കുട്ടി മാഷ് എന്തിനാ തുപ്പറിനെ കെട്ടിയ കയറ് മുറിച്ചത്? അച്ചാച്ചന് ദേഷ്യം വന്നു. മാഷോ? എന്തിട്ട് മാഷ്? മാഷൊന്നുമല്ല അവൻ. 5ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി കൊളംബിൽ പോയാൻ എങ്ങനെയാണ് മാഷാവണ്? ഓരോരുത്തർ ചെന്നിട്ട് മാഷേ കൂഷേന്നൊക്കെ വിളിക്കും. അദ്ദേഹം പിന്നെ പറഞ്ഞു, ഈ കോപ്പക്കുട്ടി ഒരുത്തൻ കൊളംബിയിൽ നിന്ന് വന്നേ പിന്നെയാണ് നാട് കുട്ടിച്ചോറായത്. പാടത്ത് കൊണ്ടുപോയി കൊടികുത്തി അവൻ പണിക്കാരെ ഇളക്കി വിട്ടു. ഇളതരം കൊടുത്താൽ മെക്കെട്ടുകയറുന്ന ജാതികളാവർ. ഇപ്പം എന്നിട്ട് കള്ളന് കഞ്ഞി വയ്ക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഓരോരോ ജന്മങ്ങൾ. അമ്മമ്മയുടെ പിച്ചളക്കുടം വീട് എത്താറായപ്പോൾ പ്രഭ ഓർമ്മിപ്പിച്ചു. അച്ചാച്ചൻ മറുപടി പറഞ്ഞില്ല. ഇത്രയുള്ളൂ കഥ. അപ്പോൾ നമ്മൾ ഈ കഥ വായിക്കുന്നതിൻ്റെ ഇടയിൽ എഴുതിയ കുറിപ്പുകളൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ, കഥാവായനകൾ, കവിത വായനകൾ, കഴിഞ്ഞ ദിവസം നമ്മുടെ മുരുകൻ കാട്ടാക്കട നമ്മുടെ ഈ ഞാനത് ശ്രദ്ധിച്ചു. പിന്നീട് ലൈവിൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല, പിന്നീട് ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ ഇതുപോലെ നിരന്തരമായി ചർച്ചകൾ നമ്മൾ നടക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു വന്ന ഒരു കാര്യം, ഇത്തരത്തിലുള്ള ഈ ഓൺലൈൻ പരിപാടികൾ നമ്മൾ നടത്തണമെന്ന് വിചാരിച്ചു, കുറേ എണ്ണം നടത്തണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ വേണ്ടത്ര രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. പക്ഷേ ചില അനുഭവങ്ങളാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. അനുഭവങ്ങളിൽ നിന്നാണ് പാഠം പഠിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വളരെ ഒരുപക്ഷെ ഈ ഒരു കൊറോണ കാലം കഴിയുന്നതോടുകൂടി നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഇതിനനുസൃതമായ, കാലത്തിനനുസൃതമായ ചില മാറ്റങ്ങൾ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഈ ഓൺലൈനിൽ എങ്ങനെയാണ് ഇതിൻ്റെ ചർച്ച നടക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. ഇതിലെ ആളുകൾ അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ അതിനോട് പ്രതികരിക്കാം. കഥയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ കഥയെക്കുറിച്ച് ഇപ്പോൾ ചർച്ചയുടെ പ്രധാനമായിട്ടുള്ള ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എങ്കിൽ പോലും പൊതുവേ നമുക്ക് സാഹിത്യത്തെക്കുറിച്ച് നമുക്ക് ഇങ്ങനെയാണ് ചർച്ചകൾ നടക്കുന്നത്. നമ്മൾ പ്രധാനമായിട്ടും ജില്ലകളിലായാലും മേഖലകളിലായാലും യൂണിറ്റുകളിലായാലും നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നത് ഇപ്പോൾ പല എഴുത്തുകാരെയൊക്കെ കൊണ്ടുവന്ന് നമ്മൾ സ്വീകരിച്ച് കൊണ്ടുവന്ന് അവരുടെ പ്രഭാഷണങ്ങൾ നടത്തി അല്ലെങ്കിൽ അവരുടെ കലാപരിപാടികളോ മറ്റു സംഗതികളൊക്കെ നടത്തിയിട്ടാണല്ലോ. അപ്പോൾ ഇത് ഈ ഒരു മട്ടിൽ നമുക്ക് നടത്താൻ കഴിയും. അങ്ങനെയാണെങ്കിൽ അത് വളരെ എളുപ്പമായിരിക്കും. ഇത് തന്നെ നമുക്ക് വീഡിയോയായി സൂക്ഷിച്ചിട്ട് പല ആളുകളെയും വീണ്ടും കാണിക്കാൻ കഴിയും. അങ്ങനെ നമ്മുടെ ഒരു ശേഖരം നമുക്ക് വർദ്ധിപ്പിക്കാനും നമുക്ക് തീർച്ചയായിട്ടും കഴിയും. അതിന് ഈ കാലം നമുക്ക് വളരെ ഉപകാരപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അതിജീവനത്തിന് ശേഷമുള്ള സാംസ്കാരിക പ്രവർത്തനം എങ്ങനെയായിരിക്കും, അതിൻ്റെ രൂപമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. രൂപത്തിലുള്ള മാറ്റം, രൂപത്തിൽ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടായിരിക്കും. ഇനി നമുക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ 2 പ്രളയം കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഒക്കെ തകർന്നു. അവിടുന്ന് കരകയറി വരുന്നതിന് മുമ്പ് നമ്മൾ വലിയ ആസൂത്രണങ്ങളും പരിപാടികളും കേരളത്തെ വലിയ അനുഭവങ്ങളാണ് നമുക്ക് പ്രളയകാലത്തുണ്ടായിരുന്നത്. ജീവിതത്തിൽ മാറ്റം വരുത്തണം എന്നൊക്കെ നമ്മുടെ ആസൂത്രണ വിദഗ്ധന്മാരൊക്കെ പറഞ്ഞു. പരിസ്ഥിതിയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകളൊക്കെ വന്നു. വീട് നിർമ്മാണത്തിലും അല്ലെങ്കിൽ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിലും ആർഭാടങ്ങളിലും ഒക്കെ ഉണ്ടാവേണ്ട മാറ്റങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷേ എത്ര കണ്ട് അതൊക്കെ മുന്നോട്ട് പോയി. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുരിതകാലം എന്ന് പറയുന്നത് അവന് ഒരു പക്ഷേ വിവേകം ഉണ്ടാക്കുമായിരിക്കും. പക്ഷേ ആ കാലം പിന്നീടുമ്പോൾ വീണ്ടും പഴയ ജീവിതങ്ങളിലേക്കും പഴയ തരത്തിലുള്ള ചിട്ടവട്ടങ്ങളിലേക്കൊക്കെ പോയി എന്ന് വരാം. അപ്പോൾ പക്ഷേ കുറേയൊക്കെ ബാക്കിയുണ്ടാവും. ഈ ബാക്കി വെക്കേണ്ട ആൾക്കാർ നമ്മളാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മുടെ ഇതുപോലുള്ള പ്രളയകാലത്തായാലും പകർച്ചവ്യാധിയുടെ കാലത്തായാലും ഒക്കെ മനുഷ്യനുണ്ടാവുന്ന അനുഭവങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈ അനുഭവങ്ങളാണ് അവനെ തുടർന്നുള്ള ഈ അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ചിട്ടാണ് അവൻ ഭാവിയിലേക്ക് അവൻ്റെ ജീവിതം ചിട്ടപ്പെടുത്തുന്നത്. അതായത് ഇതിൽ നിന്ന് പഠിക്കുന്ന പാഠത്തിൻ്റെ ഭാഗമായിട്ട് നല്ലൊരു യാത്രയിലേക്ക് അവൻ മുന്നോട്ട് പോകും. അതിനുവേണ്ടി അവനെ സഹായിക്കുന്നതാണ് ഈ അനുഭവം. പക്ഷേ അനുഭവം മനുഷ്യൻ മറന്നു.
അനുഭവിച്ച കാര്യമാണ്. പക്ഷെ മനുഷ്യൻ മറക്കും. കുറച്ചൊക്കെ അവൻ്റെ ഉള്ളിലുണ്ടാവും എന്ന് വിചാരിക്കാം. എങ്കിൽ പോലും പുതിയ ഭ്രമങ്ങൾ വരുന്ന കാലമാണ്. കാരണം പലതരത്തിലുള്ള പ്രചരണങ്ങളും അതിനനുസരിച്ച് മനുഷ്യനെ പല വഴിക്ക് നയിക്കാനുള്ള പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്ന കാലമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒപ്പം അനുഭവങ്ങളെ മറന്നുകൊണ്ട് പോകുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ഈ കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ ഒരു പ്രവണതയായിട്ട് ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യം. അനുഭവങ്ങളെ മറന്നു പോവുക, അനുഭവിക്കുന്ന കാര്യങ്ങൾ തന്നെ മറന്നിട്ട് ആ അനുഭവത്തിൽ നിന്നൊരു പാഠം പഠിക്കാതെ മറ്റാരോ പറയുന്നതിനനുസരിച്ച് അവർക്ക് വേണ്ടി ജീവിക്കുക, അവർക്ക് ലാഭമുണ്ടാവാൻ വേണ്ടി ജീവിക്കുക, അല്ലെങ്കിൽ അവരുടെ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ശത്രുവിൻ്റെ ആശയം, നമ്മളെ തകർക്കുന്ന ആൾക്കാരുടെ ആശയം, നമ്മുടെ സമാധാന ജീവിതം തകർക്കുന്ന ആൾക്കാരുടെ ആശയം ഒക്കെ തന്നെ അവർക്ക് വേണ്ടി അനുഭവത്തെ മറക്കുന്നതിൻ്റെ ഭാഗമായി സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ വലിയ മോശപ്പെട്ട അനുഭവങ്ങളിലൂടെയാണ് കുറേ കാലമായിട്ടാണ് മനുഷ്യൻ കടന്നു പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന അതിഭീകരമായ ചൂഷണം, ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും മനുഷ്യൻ പണിയെടുക്കുക, കൃഷിക്കാർ കാർഷിക വൃത്തി ചെയ്യുക, അവർ പട്ടിണിയെടുക്കുക, അല്ലെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ തൊഴിൽ മേഖലകളിലും മനുഷ്യൻ പണിയെടുക്കുക, പണിയെടുക്കുന്നവരും കഷ്ടപ്പെടുന്നവരും ഒക്കെ തന്നെ എപ്പോഴും ദുരിതമനുഭവിക്കുന്ന ഒരു കാലത്തിൻ്റെലൂടെയാണ് നമ്മൾ കടന്നു പോയിരുന്നത്. അത് ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് അത് മൂർധന്യത്തിലെത്തുകയും ഒക്കെ ചെയ്തു. അപ്പോഴും നമ്മളതൊന്നും വേണ്ടത്ര രീതിയിൽ ആ അനുഭവത്തിലൊന്നും പഠിച്ചിട്ടില്ല. ആരാണ് ശത്രു, ആരാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊന്നും നമുക്ക് വേണ്ടത്ര രീതിയിലൊരു ധാരണ ഉണ്ടായിരുന്നില്ല വസ്തു. പക്ഷെ പ്രളയം വന്നപ്പോൾ നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലായി. ആരാണ് ശത്രു, ആരാണ് മിത്രം, ആരാണ് നമുക്ക് തുണയ്ക്കുണ്ടാവുക, അതിൽ മതത്തിൻ്റെ വിഭജനങ്ങൾ ഉണ്ടാവൂ, മതത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിഭജനങ്ങൾക്ക് പ്രസക്തിയുണ്ടോ, നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ടവരല്ലേ, ഒരേ ഗ്രാമത്തിൽ പല മതത്തിൽ വിശ്വസിക്കുന്നവരാവാം, പല ആരാധനാലയങ്ങളിൽ പോകുന്നവരാവാം, അവരൊക്കെ തമ്മിൽ ഒന്നിച്ചു നിൽക്കേണ്ടവരല്ലേ. അതൊക്കെ തന്നെ മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു വേറെ ഭാഗം. പക്ഷേ ജീവിതം എന്ന് പറയുന്നത് വേറെ ഒന്നല്ലേ എന്നൊക്കെ തന്നെ പ്രത്യേകിച്ചും 2017 പ്രളയത്തിൻ്റെ കാലഘട്ടത്തിൽ ഒക്കെ തന്നെ വളരെ കാര്യമായിട്ടുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ അത് മാറുക നമുക്ക് കാണാൻ കഴിഞ്ഞല്ലോ. അതായത് മനുഷ്യൻ അതിൽ നിന്നൊക്കെ മാറി ഒരു ശബരിമല പോലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അന്ന് കാലത്ത് ഐക്യം പ്രകടിപ്പിച്ചിരുന്ന ആൾക്കാർ ഭയങ്കരമായ മതവിദ്വേഷം, അതിഭീകരമായ മതവിദ്വേഷമാണ് ആ കാലഘട്ടത്തിൽ പ്രകടിപ്പിക്കപ്പെട്ടത്. അതിനുശേഷം നമ്മുടെ സമൂഹത്തിൽ രാജ്യം ഭരിക്കുന്ന ആൾക്കാർ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള രീതിയിൽ പൗരത്വ ബില്ല് കൊണ്ടുവന്നു. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വിഭജിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വത്തെ കൊണ്ടുവരാൻ തുടങ്ങി. അപ്പോൾ അതിനെതിരായിട്ടുള്ള ഐക്യമൊക്കെ ഉണ്ടായി ഒരു സമയത്ത്. പക്ഷേ അതിൻ്റെ ഇടയിലും ഈ ബില്ല് കൊണ്ടുവന്നിരുന്ന സർക്കാരും അതിൻ്റെ പിന്നിലുള്ള ശക്തികളൊക്കെ തന്നെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം നടത്തി. അതിൻ്റെ പിന്നാലെ പോകാൻ ഇപ്പോൾ കൊറോണ വൈറസ് ബാധ ഉണ്ടായ കാലഘട്ടത്തിന് തൊട്ടു മുമ്പുള്ള കേരളത്തിൻ്റെ തന്നെ അവസ്ഥ എന്താണ് സൂക്ഷ്മമായി പരിശോധിച്ചാൽ അതിഭീകരമായ തരത്തിലുള്ള ഒരു മതവിദ്വേഷം സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾ ഒരു പരിധിവരെ അതൊക്കെ സംശീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിരുന്നത്. ഇപ്പോൾ എന്നിട്ട് കൊറോണയുടെ കാലം വന്നപ്പോൾ മനുഷ്യനിപ്പോൾ വേറൊരു തരത്തിലുള്ള ചിന്തയിലാണ്. പക്ഷേ ആ ചിന്തയിലൂടെ കടന്നു പോകുന്ന മനുഷ്യന് അവൻ്റെ അനുഭവം അവന് തന്നെ ഒരു പാഠമാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് സാംസ്കാരിക പ്രവർത്തനം. സമൂഹത്തിനോ അല്ലെങ്കിൽ വ്യക്തികൾക്കോ ഉണ്ടാകുന്ന ദുരനുഭവങ്ങളാകട്ടെ, നല്ല അനുഭവങ്ങളാകട്ടെ, സംഘർഷങ്ങളാകട്ടെ, അത്തരത്തിലുള്ള അനുഭവങ്ങളെയൊക്കെ തന്നെ അതിനെ ഒരു ശാശ്വതമാക്കുക, സർഗാത്മകമാക്കി സർഗപ്രക്രിയയിലൂടെ അതിനെ കടത്തിവിട്ടിട്ട് അതിനെ ശാശ്വതമാക്കുക. ഒരുതരം പ്രിസർവേറ്റീവ് പരിപാടിയാണ് എഴുത്തുകാരൻ അല്ലെങ്കിൽ കലാകാരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലോകത്തിൽ പല കാലഘട്ടങ്ങളിലൂടെയും മനുഷ്യൻ കടന്നു പോകുന്ന സംഗതികളാണ് ഇപ്പോൾ നമ്മൾ ക്ലാസിക് നോവലുകളായിട്ടും കവിതകളായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോഴും പാവങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ വലിയ ആവേശം കൊള്ളും നമുക്ക്. പക്ഷേ അതെന്താണ് ആ അനുഭവം? ഫ്രാൻസിലെ അനുഭവമാണ്, ഫ്രഞ്ച് കാലഘട്ടത്തിലെ അനുഭവമാണ്, വിപ്ലവത്തിന് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ അനുഭവമാണ് പാവങ്ങളിലുള്ളത്. ആ കൃതിയിലൂടെ അത് വന്നതുകൊണ്ട് ചരിത്രത്തിലൊക്കെ ഒരുപക്ഷെ കടന്നുകൂടിയെന്ന് വരാം അന്നത്തെ വിപ്ലവവും പ്രതിവിപ്ലവവും മറ്റു കാര്യങ്ങളൊക്കെ. പക്ഷേ പാവങ്ങൾ പോലുള്ള ഒരു വിശ്വോത്തര ഒരു മഹത്തായ സാഹിത്യ സൃഷ്ടിയിലേക്ക് വന്നതുകൊണ്ട് അത് വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാ കാലത്തേക്കും ആ ഒരു അനുഭവം എന്ന് പറയുന്നത് മനുഷ്യനെ, ഫ്രാൻസിൽ എത്രയോ കാലം മുമ്പുണ്ടായിരുന്ന ആ ഒരു അനുഭവം മനുഷ്യനെ വിവേകശാലിയാക്കിക്കൊണ്ട് അവൻ്റെ കൂടെ നടക്കുകയാണ്.
അതുപോലെ തന്നെ ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൻ്റെ മുമ്പുണ്ടായിരുന്ന റഷ്യയുടെ ദുരവസ്ഥ, ആ കാലഘട്ടത്തിലാണ് ടോൾസ്റ്റോയുടെയും ഡോസ്റ്റോവ്സ്കിയുടെയും അതുപോലുള്ള ആ കാലഘട്ടത്തിലെ റഷ്യൻ ക്ലാസിക് നോവലിസ്റ്റുകളുടെയൊക്കെ തന്നെ കവികളുടെയൊക്കെ തന്നെ കൃതികൾ വന്നത്. അത് ഇന്നും നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ അലമാരകളിലുണ്ട്. യുദ്ധവും സമാധാനവും ഒക്കെ ഇതായിരിക്കുന്നു, അന്നാ കരീനരി ഇരിക്കുന്നു. അതുപോലുള്ള കൃതികൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ അനുഭവം നമുക്ക് സാഹിത്യകൃതിയിലൂടെ നമുക്ക് ലഭ്യമായി. ഇതുപോലെ തന്നെ തീർച്ചയായിട്ടും കഴിഞ്ഞ 2 പ്രളയത്തിൻ്റെ കാലഘട്ടത്തിലും അന്നുണ്ടായിരുന്ന ആ ഒരു ഐക്യം, മനുഷ്യർ പ്രതിസന്ധിക്ക് മുമ്പിൽ പ്രകടിപ്പിച്ച മഹത്തായിട്ടുള്ള ഒരു ഐക്യം, ആ ഒരു ഐക്യവും അതുപോലെ തന്നെ പിന്നെ അടുത്ത കാലത്ത് ഇപ്പോൾ ഉള്ള ഈ വൈറസിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ലോകത്തിനും ഇന്ത്യക്കും നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ വീടിനും നമ്മുടെ വ്യക്തി ജീവിതത്തിനും നമ്മുടെ വ്യക്തി ശുചിത്വത്തിനും എല്ലാ സമസ്ത മേഖലകളിലും ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രശ്നമാണ്. അതിനെ സർഗാത്മകമാക്കുക എന്നുള്ള ഒരു പ്രക്രിയ പ്രകടനകലാ സാഹിത്യ സംഘത്തിനൊക്കെ തന്നെ കൂടുതൽ എഴുത്തുകാർക്കും കലാകാരന്മാർക്കൊക്കെ തന്നെ കൂടുതൽ ജോലി ചെയ്യാനുള്ളൊരു അവസരമാണ്. ഇപ്പോൾ എഴുതണമെന്നല്ല ഞാൻ പറയുന്നത്, ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ലേഖനമോ കവിത എഴുതുക എന്നുള്ളത് അല്ല, അത് വന്നാൽ കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു അനുഭവം പരമാവധി സർഗാത്മകമായി ഉൾക്കൊള്ളുക. കവികളും എഴുത്തുകാരും കലാകാരന്മാരും നാടകപ്രവർത്തകരും ചിത്രകാരന്മാരും ഒക്കെ തന്നെ ഈ ഒരു കാലഘട്ടത്തിന് സാധാരണ മനുഷ്യൻ അത് അനുഭവിക്കും. ഒരുപക്ഷെ അവന് രോഗം ബാധിക്കും, അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ആൾ തന്നെ അത് മറന്നുപോകും. മനുഷ്യന് മറക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല, അതൊരു കാര്യം. പിന്നെ മനുഷ്യനെ മറവിയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള സാംസ്കാരിക വ്യവസായവും രാജ്യത്ത് നടക്കുന്നുണ്ട്. പക്ഷെ എഴുത്തുകാരൻ മറക്കില്ല. അവൻ കണ്ട കാര്യം അത് സമൂഹത്തെ ബാധിച്ച അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണെങ്കിൽ അത് വ്യക്തി ജീവിതത്തിലും എഴുത്തുകാരൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും അവൻ അത് മറക്കാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നു. ഒരു CV ശ്രീരാമൻ ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ ഉദ്യോഗസ്ഥനായിരുന്നല്ലോ. ആ സമയത്ത് അവിടെ ജീവിച്ചിരുന്ന സമയത്ത് അവിടെ ഈ സെറ്റിലേഴ്സ്, അത് ബംഗാളിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരെ കൊണ്ടുവന്ന് താമസിപ്പിച്ചതാണ്. അവിടുത്തെ ഭൂമി നഷ്ടപ്പെട്ട ആൾക്കാർ, പിന്നെ അഭയാർത്ഥികളൊക്കെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. അപ്പോൾ അവരുടെ കുടുംബങ്ങളൊക്കെ ആയിട്ട് നല്ല ബന്ധമായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ അതിലൊരു കുട്ടി മരിച്ചുപോയി അവിടെ ഒരു വീട്ടിൽ. അമ്മയ്ക്ക് അച്ഛനുണ്ടായിരുന്നു, കുറേ കുട്ടികളുണ്ടായിരുന്നു, അതിലൊരു ചെറിയ കുട്ടി മരിച്ചുപോയി. അതന്ന് അവിടെ വലിയ ദുഃഖത്തിനിടയാക്കി ആ പ്രദേശത്ത്. അപ്പോൾ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ഇദ്ദേഹവും ചെന്നു അവരെ സമാധാനിപ്പിക്കുകയും അതിൻ്റെ ഫ്യൂണറലൊക്കെ അദ്ദേഹം പങ്കെടുത്തു. ഒരു പള്ളിയിൽ കൊണ്ടുപോയി അത് അടക്കി അവിടേക്ക് പോയിരുന്നു അദ്ദേഹം. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ശ്രീരാമേട്ടൻ വെറുതെ ഒരു സന്ദർശകൻ എന്നുള്ള നിലയ്ക്ക് ആൻഡമാനിലേക്ക് പോയിരുന്നു. അപ്പോൾ ആകസ്മികമായ ഒരു പക്ഷേ അദ്ദേഹം വിചാരിച്ചിട്ട് തന്നെയായിരിക്കും ആ പ്രദേശത്ത് പോയി, ഈ കുട്ടി മരിച്ച ആ ഗ്രാമത്തിൽ പോയി അവിടെ ചെന്ന അച്ഛനമ്മമാരെയൊക്കെ കണ്ടു. അവരുടെ സൽക്കാരമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങാൻ നേരത്ത് അദ്ദേഹം പറഞ്ഞു, അന്ന് നിങ്ങളുടെ ഒരു കുട്ടി മരിച്ചില്ലേ? അപ്പോൾ അവർ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആ കുട്ടിയുടെ ശവക്കല്ലറ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പള്ളിയിൽ പോയിട്ട് പള്ളിപ്പറമ്പിൽ പോയിട്ട് ആ ശവക്കല്ലറ കണ്ടു. അങ്ങനെ തിരിച്ചു വരികയാണ് വീണ്ടും വീട്ടിലേക്ക്. അപ്പോൾ അന്ന് മരിച്ച കുട്ടിയുടെ അച്ഛൻ അദ്ദേഹത്തോട് ചോദിച്ചു, കുട്ടി ഞങ്ങളുടെ കുട്ടിയാണ്, ഞങ്ങൾക്കന്ന് ഓമനയായിട്ടുള്ള കുട്ടിയായിരുന്നു, അവൾ അന്ന് രോഗം വന്ന് മരിച്ചു, എത്രയോ വർഷങ്ങളിപ്പോൾ കഴിഞ്ഞു. അങ്ങ് അതിനിടയിൽ നാട്ടിൽ പോയി വേറെ ജോലികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ വേറൊരു ലോകമൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടി. ഞങ്ങളതൊക്കെ എന്നും മറന്നു. ഞങ്ങൾ അന്ന് വളരെ ദുഃഖിച്ചിരുന്നു. പക്ഷേ അതൊക്കെ ഞങ്ങൾ ഓർക്കാറ് പോലില്ല. അങ്ങ് പറഞ്ഞപ്പോഴാണ് അത് ഓർമ്മ വന്നത് തന്നെ. എന്താണ് ഇത് മറക്കാതിരുന്നതെന്ന് അവർ ചോദിക്കും. അപ്പോൾ എഴുത്തുകാരന് മറക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ കലാകാരന് മറക്കാൻ കഴിയില്ല. അപ്പോൾ ഇന്ന് കാലഘട്ടത്തിൽ മനുഷ്യ ജീവിതം അങ്ങേയറ്റം പ്രതിസന്ധിയിലായിരുന്നു. അമേരിക്കയെ പോലുള്ള രാജ്യത്ത് പോലും 10,000-കണക്കിന് ആൾക്കാർ മരിച്ചു വീഴുന്ന, ഒരിക്കൽ പോലും ലോകം ഇങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിട്ടുണ്ടാവില്ല. ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല പലപ്പോഴും. ഞാൻ അമേരിക്കയിലൊക്കെ പോയിട്ടുണ്ട്, അതുപോലെ തന്നെ യൂറോപ്പിലും പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ജീവിക്കുന്ന ആൾക്കാരൊക്കെ കുറച്ചൊക്കെ ഭാഗ്യവന്മാരാണ്. ഞാൻ അവിടുത്തെ ഭിക്ഷക്കാരെയൊക്കെ കണ്ടിട്ടുണ്ട്. ലണ്ടൻ തെരുവിലായാലും അമേരിക്കയിലും ന്യൂയോർക്കിലൊക്കെ തന്നെ ഭിക്ഷയായിരിക്കുന്ന ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വീടില്ലാത്ത ആൾക്കാരെയും കണ്ടിട്ടുണ്ട്.
പക്ഷേ നമ്മൾ പൊതുവെ കാണുന്ന മലയാളികളെയാണല്ലോ അവിടെ അവരുടെ വീടുകളിലൊക്കെ താമസിക്കുമ്പോൾ ഒരു സുരക്ഷയുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അമേരിക്കയിലല്ലെങ്കിലും അമേരിക്കയിൽ ഉള്ളേക്കാൾ കൂടുതൽ യൂറോപ്പിലുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഈ മനുഷ്യൻ ഈയാമ്പാറ്റകളെ പോലെ ഇതിലൊക്കെ ഇപ്പോൾ ഭരണാധികാരികളുടെ പങ്ക് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ ചൈന, അതുപോലെ തന്നെ കേരളം, ഇപ്പോൾ കൊറോണ വൈറസിനെ നേരിട്ട വിവിധ രാജ്യങ്ങൾ, അവിടുത്തെ ആരോഗ്യ സംവിധാനങ്ങൾ, അവിടുത്തെ സാമൂഹ്യ അവബോധങ്ങൾ, ഇതൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അതൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. അതൊക്കെ ആസൂത്രണ വിദഗ്ധരും ആരോഗ്യ പ്രവർത്തകരും സാമൂഹ്യ മേഖലയിൽ മറ്റു മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവരൊക്കെ പഠിക്കും. പക്ഷേ ആ പഠനത്തെക്കാൾ വലിയ പഠനമാണ് വസ്തുതയിൽ എഴുത്തുകാരൻ നടത്താം. അത് മനുഷ്യാനുഭവങ്ങളിൽ നിന്ന് അവൻ ചോർത്തിയെടുക്കുന്നത്. അത് സംസ്കരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അത് ഞാൻ ചോദിച്ചില്ല, പ്രദീപ് ചോദിക്കുന്നു. അത് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രളയവും പകർച്ചവ്യാധികളൊക്കെ തന്നെ എഴുത്തുകാരെ ബാധിക്കുക, എഴുത്തുകാരെ മാത്രമല്ല കലാകാരന്മാരെ ബാധിക്കുന്ന ഒരു പ്രശ്നം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതായത് വലിയ പ്രതിസന്ധിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അത് സാമ്പത്തിക പ്രതിസന്ധിയാണ്. എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ ഇപ്പോൾ കുറച്ചു കാലം മാർക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് പുസ്തകങ്ങളൊന്നും ചിലവാകുന്നുണ്ട്, ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മുടെ തപാൽ വകുപ്പൊന്നും ഇല്ലാത്ത കാരണം വേണ്ട രീതിയിൽ അവരുടെ ആഴ്ചപ്പതിപ്പുകൾ, മാസികകൾ, അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളൊക്കെ ബുദ്ധിമുട്ടിലായിരിക്കും. പത്രങ്ങൾ തന്നെ കുറച്ച് പ്രതിസന്ധിയിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനേക്കാൾ പ്രധാനം ഈ മേഖലയിലൊക്കെ പ്രവർത്തിച്ചിരുന്ന കലാകാരന്മാരും എഴുത്തുകാർ തന്നെയും ചിത്രകാരന്മാരുടെ കാര്യം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും നമ്മുടെ പ്രശസ്തനായിട്ടുള്ള സാഹിത്യകാരനുമായിട്ടുള്ള നമ്മുടെ സി അശോകൻ എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. ചിത്രകാരന്മാരുടെ കാര്യം എനിക്ക് എൻ്റെ മനസ്സിൽ അത്രയും ഉണ്ടായിരുന്നില്ല ഞാൻ പ്രസ്താവനകളൊക്കെ ഇറക്കുന്ന കാലഘട്ടത്തിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിത്രകാരന്മാർ അങ്ങനെ ഓരോ ചിത്രം അങ്ങനെ വരച്ച് അങ്ങനെ കഴിഞ്ഞുകൂടുന്ന ആൾക്കാരാണെന്നുള്ളൊരു ധാരണയില്ല. ഈ ചിത്രകാരന്മാരെന്താ ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് വേണ്ടത്ര ഒരു ധാരണയില്ലല്ലോ മലയാളി സമൂഹത്തിൽ. മലയാളത്തിൽ വളരെയേറെ ചിത്രകാരന്മാരുണ്ടെങ്കിൽ പോലും. പക്ഷേ ചിത്രകാരന്മാരും പ്രതിസന്ധിയിലാണെന്ന് അദ്ദേഹം ഉദാഹരണ സഹിതം എന്നോട് പറഞ്ഞത്. അപ്പോൾ ചിത്രകാരന്മാരുടെ കാര്യം ഞാൻ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ പിന്നീട് അയച്ച കത്തിൽ അത് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം എടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ പ്രത്യേക ബുദ്ധിമുട്ട് എടുത്തിട്ട് ഗവൺമെൻറ്റിനൊന്നും ചെയ്യാൻ കഴിയില്ല. ഗവൺമെൻറ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയും ചെയ്യണം എന്നാണ് നമ്മൾ അഭ്യർത്ഥിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ ഉത്സവ കലാകാരന്മാർ, ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കലാകാരന്മാർക്ക് അവർ പ്രവർത്തിച്ചിരുന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അതായത് ദേവസ്വം ബോർഡുകൾ, ക്ഷേത്ര കമ്മിറ്റികൾ, അവരൊക്കെ തന്നെ ഈ കലാകാരന്മാർക്ക് അവരുടെ കീഴിലുണ്ടായിരുന്ന കഴിഞ്ഞ കൊല്ലമൊക്കെ അവരുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിരുന്ന കലാകാരന്മാരുടെ ലിസ്റ്റ് എടുത്തിട്ട് അവർക്ക് സഹായം കൊടുക്കണം. അതിൻ്റെ മാതൃക നമ്മുടെ പ്രമുഖ ദേവസ്വം ബോർഡുകൾ കാണിച്ചു കൊടുക്കണം എന്നൊരു അഭ്യർത്ഥനയും കൂടി ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. അംബേദ്കർ ദിനമാണ്. വസ്തുതയിൽ നമ്മൾ ഏറ്റവും ഓർക്കേണ്ട, നമ്മൾ ഏറ്റവും കൂടുതൽ ഓർത്തിരുന്ന ഒരു സംഗതിയാണ് അംബേദ്കർ. അല്ലെങ്കിൽ നമ്മളുടെ ഈ കൊറോണ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മനസ്സിൽ നമ്മൾ ശക്തമായിട്ട് നമ്മുടെ എല്ലാ പ്രഭാഷണങ്ങളിലും നമ്മുടെ എഴുത്തുകളിലൊക്കെ തന്നെ അംബേദ്കറാണെന്ന് കൂടുതൽ നിറഞ്ഞിരുന്നത്. കാരണം ഭരണഘടനയ്ക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് നമ്മൾ അതിന് തൊട്ട് മുമ്പ് നടത്തിയിരുന്നത്. ആ ഭരണഘടനയുടെ മൂല്യം എന്താണ്, ഇന്ത്യൻ ഭരണഘടനയുടെ വലിപ്പം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ സർക്കാർ കൊണ്ടുവന്ന പൗരത്വ ബില്ലിൻ്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ അന്തഃസത്തയെ ചോദ്യം ചെയ്യുന്നു എന്ന അർത്ഥത്തിലാണ് നമ്മളതിനെ ഉൾക്കൊണ്ടത്. നിരവധി ഭരണഘടനയെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ ഒക്കെ തന്നെ ആ കാലഘട്ടത്തിൽ വന്നു. നിരവധി ലേഖനങ്ങൾ വന്നു. നമ്മുടെ സഖാവ് പി രാജീവ് ദീർഘമായൊരു ലേഖനം ദേശാഭിമാനിയിൽ എഴുതിയത്. ഇപ്പോൾ പുസ്തകം ആവേണ്ടതായിരുന്നു. അത് അതിനുവേണ്ടിയുള്ള മിനുക്കുപണികളിലാണെന്നാണ് അദ്ദേഹം അവസാനമായി കണ്ടപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ പുസ്തകമാകാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും വേണമെങ്കിൽ. അപ്പോൾ അത്തരത്തിൽ അംബേദ്കറെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെപ്പോഴും.
ആ ബാധ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടില്ല. ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള വെല്ലുവിളി നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ നമ്മളതിൻ്റെ സമരരംഗത്തു നിന്നൊക്കെ പിന്മാറിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ മറ്റൊരു ശ്രദ്ധയിലേക്ക് നമ്മൾ വന്നു. പക്ഷേ ഇപ്പോൾ സമീപഭാവിയിൽ തന്നെ നമ്മുടെ രാജ്യത്ത് വലിയൊരു സമൂഹം മതത്തിൻ്റെ പേരിൽ നമ്മുടെ രാജ്യത്ത് രണ്ടാം കിട പൗരത്വത്തിലേക്ക് മാറും എന്നുള്ളത് ആ നിയമം നിലനിൽക്കുന്നിടത്തോളം കാലം അങ്ങനെ സംഭവിക്കും എന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കണം. ആ സമയത്ത് നമ്മുടെ ആത്മാവിൽ നമുക്ക് ഉയർത്തിപ്പിടിക്കാനുള്ളത് നമുക്ക് കൂടുതൽ പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു മഹത്തായ ഒരു പ്രസ്ഥാനം തന്നെയാണ് അംബേദ്കർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ വിവിധ കമ്മിറ്റികളൊക്കെ തന്നെ മറ്റേ വാട്സാപ്പ് ഗ്രൂപ്പുകളും മറ്റുമൊക്കെ പ്രവർത്തനങ്ങളൊക്കെ സജീവമായിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ എല്ലാവരും പങ്കാളികളാകണം. മറ്റൊരു സംഗതി എനിക്ക് പറയാനുള്ളത്, മറ്റൊരു പ്രവർത്തനം കേരളത്തിൽ നടക്കുന്നുണ്ടല്ലോ. അതായത് സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട ഇപ്പോൾ വലിയ രീതിയിൽ നമ്മുടെ രോഗശുശ്രൂഷയും പകർച്ചവ്യാധി തടയലും ആശുപത്രികളുടെ പ്രവർത്തനവും ഒക്കെ തന്നെ പരിപൂർണമായി ഏറ്റെടുത്ത് ജനങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുത്ത് അങ്ങനെ വലിയ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തേണ്ടി വന്നിട്ടുള്ള നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പണം കുറച്ചെങ്കിലും ജനങ്ങളിൽ നിന്ന് ശേഖരിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന പുറപ്പെടുവിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം കുട്ടികളോട് അഭ്യർത്ഥിച്ചിട്ടുള്ളൊരു കാര്യം ഞാൻ ഓർക്കുകയാണിപ്പോൾ. അദ്ദേഹം പറയുകയുണ്ടായി, വിഷുക്കാലാണ്, വിഷു കൈനീട്ടം മുതിർന്നവരൊക്കെ തരും. അപ്പോൾ ആ വിഷു കൈനീട്ടം കുട്ടികളായാലും മുതിർന്നവരായാലും ഇപ്പോൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് വിഷു കൈനീട്ടം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. ആ വിഷു കൈനീട്ടം കൊറോണ ബാധയ്ക്കെതിരായിട്ട് പൊരുതുന്ന നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന് കൂടുതൽ ഊർജ്ജസ്വല പകരാൻ വേണ്ടി അത് നൽകണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുകയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ ദിവസത്തെയും 6 മണി നേരത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പല കാര്യങ്ങളും സൂചിപ്പിക്കാറുണ്ട്. നമുക്ക് വലിയ പ്രചോദനമാണ്. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഇന്നുണ്ടായില്ല അത്. അപ്പോൾ അതിൻ്റെ ഒപ്പം അദ്ദേഹം ഒരു കാര്യം, ഈ ദുരിതാശ്വാസ നിധിയിലേക്ക്, മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് കിട്ടുന്ന പണം അത് പലരും കൊടുക്കുന്നതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം സൂചിപ്പിക്കാറുണ്ട്. വലിയ തരത്തിലുള്ള ഒരു പിന്തുണയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഒരു സഹായം കൂടി ഉണ്ടാവണം. ഇപ്പോൾ കഴിഞ്ഞ പ്രളയത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ആ കാര്യത്തിലൊരു പ്രവർത്തനം തന്നെ നടത്തിയിരുന്നു. നമ്മൾ ഒറ്റയ്ക്ക് ഓരോരുത്തരും നമ്മുടേതായിട്ടുള്ള സംഭാവനകൾ കൊടുത്തിരുന്നു. നമുക്ക് അവസാനിപ്പിക്കാറായി. നമ്മൾ ഓരോരുത്തരും നമ്മുടെ സഹായം കൊടുത്തിരുന്നു. പുരോഗമനകലാ സാഹിത്യ സംഘത്തിൻ്റെ പ്രവർത്തകർ ഓരോരുത്തരും വ്യക്തിപരമായിട്ടും അവരുടെ ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിച്ചും ശമ്പളം ഉപയോഗിച്ചും ഒക്കെ തന്നെ നമ്മൾ സഹായം കൊടുത്തിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മറ്റൊരു കാര്യം ആലോചിച്ചത്. നമ്മുടെ തിരുവനന്തപുരം കൺവെൻഷൻ കഴിഞ്ഞതിന് ശേഷം പുതിയ കമ്മിറ്റി ചാർജ് എടുത്തതിന് ശേഷം നമ്മൾ ആലോചിച്ചത് നമ്മുടെ വകയായിട്ടൊരു ഫണ്ട് കൂടി കൊടുക്കണം എന്ന് നമ്മൾ ആലോചിച്ചു. അപ്പോൾ അത് കൊടുത്തിരുന്ന പ്രവർത്തകർ തന്നെയാണ്. വളരെയേറെ പേര് നമ്മുടെ ഓരോ ജില്ലാ കമ്മിറ്റികൾ, പ്രധാനപ്പെട്ട പ്രവർത്തകരൊക്കെ തന്നെ ശേഖരിച്ച് ഒരു കാര്യമായിട്ടുള്ള തുക, എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ അതൊരു 8-9 ലക്ഷം രൂപ ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അത് നമ്മൾ മുഖ്യമന്ത്രിക്ക് കൊടുക്കുകയുണ്ടായി 2017. 2018 നമ്മൾ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദുരിതാശ്വാസ നിധിയിലേക്ക്, അന്നത്തെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല ജില്ലകളിലും ചില സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തി, ചില കൂട്ടായ്മകൾ നടത്തി. അവിടെ വെച്ച് ജനങ്ങളിൽ നിന്ന് പുസ്തകം, ഇപ്പോൾ തൃശ്ശൂരൊക്കെ തന്നെ പുസ്തകങ്ങളൊക്കെ വിറ്റിട്ടാണ് കാശുണ്ടാക്കി. അങ്ങനെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ട്, കലാപ്രവർത്തനങ്ങൾ നടത്തി ആൾക്കാരായിരുന്നു ഫണ്ട് ശേഖരിക്കേണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്, നമ്മളെല്ലാവരും ഒത്തുചേരാനുള്ള അവസരങ്ങളൊന്നും വേണ്ടത്ര ഇല്ലാത്തത് കൊണ്ട് ഈ പ്രവർത്തനങ്ങളിൽ, അതായത് കഴിയാവുന്ന തരത്തിൽ നമ്മളുടെ സഹായങ്ങൾ വ്യക്തി എന്നുള്ള നിലയിൽ തന്നെ നമ്മുടെ പ്രവർത്തകർ കൊടുക്കണം. ഒരു കമ്മിറ്റി എന്നുള്ള നിലയ്ക്കല്ല, അല്ലെങ്കിൽ ഓരോ യൂണിറ്റുകൾ എന്നുള്ള നിലയ്ക്കല്ല, വ്യക്തി എന്നുള്ള നിലയ്ക്ക് തന്നെ നമ്മൾ കൊടുക്കണം. പരസ്പരം പ്രേരിപ്പിക്കണം. ഓരോ കമ്മിറ്റികളും ഇപ്പോൾ കൂടാനൊക്കെ അവസരമില്ല. യൂണിറ്റ് കമ്മിറ്റികളായാലും മേഖലാ കമ്മിറ്റികളായാലും ജില്ലാ കമ്മിറ്റികളായാലും കൂടാനുള്ള ഒരു അവസരം ഇപ്പോൾ ഇല്ല. എങ്കിൽ പോലും ഇതുപോലുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കൂടിച്ചേരാൻ കഴിയും. അങ്ങനെ കൂടിച്ചേരുമ്പോൾ
കഴിയാവുന്ന രീതിയിൽ ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊന്നും പോയി നിൽക്കരുത്. അതുപോലെ തന്നെ സമൂഹ അടുക്കളയിലൊക്കെ കൊണ്ടുപോകാൻ ആൾക്കാർ പോയി നോക്കിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കെന്തെങ്കിലും അവിടെ കൊണ്ടു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് കൊണ്ടു കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തരത്തിൽ അവിടെ അത് അവരുടെ വോളണ്ടിയർ സേവനം ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യാൻ അത് ആവശ്യമുണ്ട് അവർ തീരുമാനിക്കുന്ന പക്ഷം അവിടെ അത് ചെയ്യാം. അത് കൂടാതെ നമുക്ക് ചെയ്യാവുന്നൊരു പ്രവർത്തനം ഇതുപോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേരിപ്പിച്ച് ചലഞ്ച് ആയിട്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുക. അത് നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ട്. നമ്മുടെ ജില്ലാ സെക്രട്ടറിമാരെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കാര്യമായിട്ട് സംഭാവന ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും തിരുവനന്തപുരം ജില്ലയുടെ ഈ സംവിധാനത്തിനോടുള്ള എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. ഈ ഒരു ഫേസ്ബുക്കിൻ്റെ ചാനൽ മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ജില്ലയിലെമ്പാടും യൂണിറ്റുകളും മേഖലാ കമ്മിറ്റികളൊക്കെ അവർക്ക് കഴിയാവുന്ന രീതിയിലുള്ള ഓൺലൈൻ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലെ അനുയോജ്യമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയെയും ഭാരവാഹികളെയും അവിടെ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന സംസ്ഥാന നേതാക്കന്മാരെയും എല്ലാ പ്രവർത്തകരെയും സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അഭിവാദ്യം ചെയ്യുകയാണ്. നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് നിരന്തരമായി നമ്മളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം ആണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഉദ്ഘാടനം എന്നുള്ള രീതിയിൽ ആദ്യത്തെ വീഡിയോ പ്രഭാഷണം നിർവഹിച്ചത്. നിരന്തരമായി അദ്ദേഹം ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഷാജി എൻ കരുൺ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സേവനം ഏറ്റവും കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള ജില്ല തിരുവനന്തപുരമാണ്. അപ്പോൾ ഷാജി എൻ കരുൺ എന്ന് നമ്മുടെ സംസ്ഥാന ലോകപ്രശസ്തനായിട്ടുള്ള ചലച്ചിത്രകാരൻ, അദ്ദേഹത്തെ നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ കഴിയും, അദ്ദേഹത്തിൻ്റെ സംഭാവനകളൊക്കെ തന്നെ ഇതുപോലുള്ള ഓൺലൈൻ സംവിധാനങ്ങളിൽ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് കൂടി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും അവിടുത്തെ വിദഗ്ധന്മാരും ഒക്കെ ആലോചിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് എല്ലാവരോടും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.